അല്ല, നമുക്ക് പ്രമാണങ്ങൾ തീരുമാനമാവണമല്ലോ. പ്രമാണങ്ങൾ തീരുമാനമാവാതെ നമ്മൾ നബിദിനാഘോഷം ചർച്ച ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളിടയിൽ പ്രമാണങ്ങളിലാണ് ചർച്ച നടക്കേണ്ടത്. അപ്പോൾ പ്രമാണങ്ങൾ തീരുമാനമാകുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ചർച്ച കൊണ്ട് എന്തുള്ളൂ കാര്യമുള്ളൂ. അതല്ലാതെ നബിദിനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും ആദ്യം പ്രമാണങ്ങൾ തീരുമാനമാവണം. അപ്പോൾ നിങ്ങൾ പറയാൻ നബി ചെയ്തത് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നുള്ളതാണ് പ്രമാണമെങ്കിൽ പിന്നെ ഈ ഒരു ചോദ്യത്തിന് അർത്ഥമല്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഫൈസൽ മൗലവി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വഹാബി ചെയ്താൽ അതെന്താണ് പ്രമാണമാണ്. നമ്മളെ സംബന്ധിച്ച്, ഈ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, വേറെ മുജാഹിദ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല എന്ന് ചിലപ്പം പറയും. പക്ഷെ വേറെ ചിലപ്പോൾ നിങ്ങൾ പറയും. ഇപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ ഒരു മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ള മറുപടിയാണ് നിങ്ങൾ മറുപടി ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയും പറയാം, വേറെ സ്ഥലത്തെത്തിയാൽ വേറെ നിലക്കും പറയാം. ഒരു മുജാഹിദിൻ്റെ ഒരു പ്രശ്നമാണത്. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ നബിദിനാഘോഷം തന്നെ എടുക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്, അത് ചെയ്യാൻ പറ്റുന്നൊക്കെ മുജാഹിദ് പഠിപ്പിച്ചതായിട്ട് അവരുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കാലം ഇങ്ങനെ മാറി വന്നു. അപ്പം എന്ത് ചെയ്തു, മുജാഹിദിൻ്റെ നിലപാടും മാറി. നിങ്ങൾ ചോദ്യം ചോദിക്കും. അല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു മുജാഹിദിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് തീരുമാനമാകാനുള്ള വിഷയം എവിടെയെന്ന് വെച്ചാൽ പ്രമാണങ്ങൾ തീരുമാനമാവേണ്ടതിന് അപ്പോൾ മാത്രമേ ഈ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞാൽ അപ്പോൾ ചർച്ചക്കൊരിതുണ്ട്. അതല്ലാതെ പ്രമാണങ്ങൾ തീരുമാനമാവാതെ നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, നമുക്ക് പ്രമാണങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഖുർആൻ നമുക്ക് പ്രമാണമാണ്, സ്വഹീഹായ ഹദീസുകൾ നമുക്ക് പ്രമാണമാണ്, അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ നമുക്ക് പ്രമാണമാണ്, അതുപോലെ തന്നെ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ച് വരുന്ന ഖിയാസുകളും നമുക്ക് പ്രമാണമാണ്. ആ വിഷയത്തിൽ നമ്മൾ നിങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇനി പ്രമാണം തീരുമാനമാകല്ലേ? നിങ്ങൾ ചോദ്യം ചോദിച്ചോളി. അപ്പോൾ സ്വഹാബത്തിൻ്റെ വാക്ക് ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞാൽ പ്രമാണമാവോ? അവിടെയാണല്ലോ പറഞ്ഞത്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് എപ്പോഴാണ് കണക്ക് കൂട്ടുക, അതിന് ഏത് രൂപത്തിലാണ് പ്രമാണമായി കാണുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു കുറിച്ച് ചെല്ലാൻ പറ്റുമോ? നമ്മളതാ പറഞ്ഞത്. ആ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾ നബിദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ്. കാരണം നിങ്ങൾ പറഞ്ഞു എന്ത്, ഒരു ആരാധനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആരാധനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെ അല്ലേ? പക്ഷെ കഴിഞ്ഞ മുഖാമുഖത്തിൽ നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെയാണ് എന്ത് ചെയ്ത് വല്ലപ്പോഴും മുഖാമുഖത്തിൽ നിങ്ങൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്, മുജാഹിദ് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. അതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ഓക്കെയാണ്. ഒരു സ്ഥലത്തെത്തിയാൽ നിങ്ങൾ ഒന്ന് പറയും, വേറെ സ്ഥലത്തെത്തിയാൽ നിങ്ങൾ വേറെയും പറയും. അത് നിങ്ങളൊരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്, അത് ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണ്, വേറെയാണ് പറയുന്നത്. ആ പ്രശ്നം അതല്ല. അർഷദ് അത് മനസ്സിലാക്കി എടുത്ത് വെച്ചതാണ്. അതായത് ഫൈസൽ മൗലവി തന്നെയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ഈദ് നമസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞത്. കാരണം ആ പറ്റൂല എന്ന് പറയാനുള്ള കാരണം ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന്, അതല്ലെങ്കിൽ ഇല്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലായി. രണ്ടാമത്തത് ചില സഹാബിമാരിൽ നിന്ന്, 2-3 സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്ന സംഭവം. ആ സനദ് ലഈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ്. അതല്ലാതെ എന്തല്ല, അത് സഹാബി പറഞ്ഞത് എടുക്കൂല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ആ സനദിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഇബ്നു ഖയ്യിമിനെ പോലെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതുകൊണ്ട് അതിന് ഒരു പ്രമാണമായി കാണൂല എന്ന് പറഞ്ഞത്. അതല്ലാതെ എന്തല്ല, സഹാബി പറഞ്ഞതുകൊണ്ട് പ്രമാണമായി കാണൂല എന്നല്ല അന്ന് അതിന് ഉത്തരം പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, നബിദിനവുമായി ബന്ധപ്പെട്ട് അവിടെ ചോദ്യം ചോദിക്കാൻ ആൾക്കാർ ബാക്കിലുണ്ട്. നിങ്ങൾക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നെ പച്ച നുണയാണ്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നിങ്ങളെ നേതാവ് റഫീഖ് സലഫി മൂപ്പര് ഈ വിഷയത്തിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലും സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചത് അംഗീകരിച്ചിട്ടാണ് മൂപ്പര് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്നും അത് ഓൺലൈനിലുണ്ട്. ഇപ്പം നിങ്ങൾ പറയേണ്ടത് എന്താ അറിയോ, ഇത് ലൊയീഫാണെന്നുള്ളത്. മൂപ്പര് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഫൈസൽ മൗലവിനോട് ചോദ്യം ചോദിച്ചതും. ആ ഫൈസൽ മൗലവി ഈ സംഭവത്തെ ലൊയീഫാക്കല്ല ചെയ്ത്, മറിച്ച് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ സ്വഹാബികൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്വഹാബി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രമാണമാണ്. അതിനുള്ള കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്
ഹംബലി മദ്ഹബ് അനുസരിച്ച് പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞത് വല്ലപ്പിയ മുഖാമുഖത്തിൽ. അതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്പിലെ മുഖാമുഖത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചത്, അവിടെയും ആ രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്ത് മറുപടി പറഞ്ഞത്. ഇപ്പം നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സ്വഹാബികൾ എന്ന് വന്നതിനെ ദുർബലാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പല സ്ഥലത്തും പലത് പറയരുത്. ഏതെങ്കിലും ഒരൊറ്റ നിലപാട് മുഖാമുഖത്തിലൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ഒരിക്കലും ഇല്ല. അർഷദിന് ചോദ്യം ചോദിക്കാണ്ട് ചോദിക്കാത് നബിദിനവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീഖ് സലഫി അത് സഹീഹാണെന്ന് പറഞ്ഞു എന്നാണ്. റഫീഖ് സലഫി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹീഹ ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഫൈസൽ മദി അത് ലൈഫാണെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അത്രേ ഉള്ളൂ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ നിസ്കാരത്തിൽ, പ്രത്യേകിച്ചും ഈ ഈദ് നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ ദിക്ർ ചെല്ലണോ വേണ്ടേ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത പണ്ട് മുതലേ ഉള്ളതാണ്. വേണമെന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞവരാണ്. പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് ലൈഫാണ്, അത് പ്രമാണമായിക്കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് ആ നിലക്ക് പറഞ്ഞതാണ്. രണ്ടാളും ആ നിലക്ക് രണ്ട് രൂപത്തിലുള്ള ഒരാൾ പ്രമാണമായി കാണാവുന്ന രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞതിനെടുത്തു, മറ്റാൾ എന്താക്കി പ്രമാണമായി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ തെളിവുകളാണ് കൂടുതൽ ശരി എന്നുള്ള നിലക്കെടുത്തു. അതെങ്ങനെ രണ്ടാകുക? അത് അഹ്ലുസുന്നയുടെ പണ്ട് മുതലേയുള്ള നിലപാടാണ്. മുജാഹിദുകൾ നിലപാട് മാറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി അടുത്തൊരാൾക്ക് വേണമെങ്കിൽ എന്താക്കാം, നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ചോദിക്കാം. അല്ല, അർഷദിന് ഈ മുഖാമുഖത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ അവസരമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൈമാറേണ്ടി വരും. ഈ മുഖാമുഖത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുക. ഇപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്ത് ചെയ്യണത് ചോദിക്കണത്. കുൽ ബി ഫദ്ലില്ലാഹി അബി റഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ടും അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തോളി, സന്തോഷിച്ചോളി എന്ന് ഖുർആനിലുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം എന്നുള്ള നിലക്ക് മുത്തുനബി റഹ്മത്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ റഹ്മത്താണ് എന്നുള്ള നിലക്ക് ഒരാൾ ആ ദിവസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം, നബി ജനിച്ചതല്ലേ എന്നുള്ള നിലക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബി ജനിച്ചതല്ലേ എന്നുള്ള നിലക്ക് ഒരാൾ എന്തെങ്കിലും ഒരു 10 രൂപ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഫൈസൽ മൗലവി മറുപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരൻ അർഷദ് മുസ്ലിയാർ പല മുഖാമുകളിലും ചോദ്യങ്ങളുമായി വരാറുണ്ട്. പഠിക്കാനും അന്വേഷിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു. കാര്യങ്ങൾ ശരിയാവണ്ണം ഗ്രഹിക്കുകയും ബോധ്യമായത് പ്രകാരം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യവും പൊതുവായി പഠിപ്പിച്ചതാണെങ്കിൽ അത് പൊതുവായി തന്നെ ചെയ്യുകയും പ്രത്യേകമായി പഠിപ്പിച്ചതാണെങ്കിൽ പ്രത്യേകമായി തന്നെ ചെയ്യുകയും വേണം. റബീഉൽ 12 ഒരാൾക്ക് 5 വക്ത് നിസ്കരിക്കാൻ പാടില്ല, ചോദിച്ചാലും നിസ്കരിക്കാൻ പാടുണ്ട്. എന്നാൽ അന്ന് 5 വക്ത് നിസ്കരിച്ചാൽ പ്രത്യേക കൂലിയുണ്ടോ? പ്രത്യേക കൂലിയൊന്നുമില്ല. അന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നോമ്പ് വിളിച്ചാൽ കൂലിട്ടോ? കൂലി കിട്ടും. എന്നാൽ റബീഉൽ 12 തിങ്കളാഴ്ചയും ഒപ്പം വന്നപ്പോൾ അത് 2 കൂലി കിട്ടുമോ? ഇല്ല, 1 കൂലിയേ കിട്ടുള്ളൂ. അപ്പോൾ ഏത് അമലും നബിതങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ അത് കൊല്ലം മുഴുവനും ചെയ്യേണ്ടതാണെങ്കിൽ കൊല്ലം മുഴുവനും ചെയ്യണം. പ്രത്യേകമായ ദിവസങ്ങളിലോ സമയങ്ങളിലോ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ ദിവസത്തിലും ആ സമയത്തിലുമാണ് അത് ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് നബിതങ്ങൾ ജനിച്ച ദിവസമാണ് എന്ന് കരുതി പ്രത്യേകം സുന്നത്തായി ഗണിച്ചുകൊണ്ട് പ്രത്യേകമായ പുണ്യമായി ഗണിച്ചുകൊണ്ട് ഒരമലും ചെയ്യാൻ നബിതങ്ങളുടെ മാതൃക നമുക്ക് ഏതായിരുന്നാലും ഇല്ല. സ്വഹാബത്തിൻ്റെ മാതൃകയും ഇല്ല. അർഷദ് മുസ്ലിയാർ സ്വഹാബത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും സ്വഹാബിമാരെങ്കിലും നബിദിനം ആഘോഷിച്ചു എന്നാണ്. ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത ചോദ്യം അത് ചോദിക്കുന്നു. നബി ആഘോഷിച്ചിട്ടില്ല, പക്ഷേ സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട്, അത് തെളിവാക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അത് സമാധാനമായിരുന്നു. സ്വഹാബത്തിന് അമൽ ഹുജ്ജത്താണോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ട് കാര്യമുള്ളത് എന്താണ്? ആ സ്വഹാബത്ത് നബിദിനം ആഘോഷിച്ചു എന്ന് കിട്ടിയെങ്കിലല്ലേ? അതേതായാലും ഇല്ലല്ലോ. സ്വഹാബത്തോ താബികളോ തമിഴ് താബികളോ ഇനി വേണ്ട ഇമാം ഷാഫി അടക്കമുള്ള 4 മദ്ഹബിൻ്റെ ഇമാമുമാർ പോലുമോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അതിൽ ഇത്തിഫാക്കാണ്. ഇനി സ്വഹാബത്തിൻ്റെ കൗലും അമലുമൊക്കെ തെളിവാണ്, ഹുജ്ജത്താണെന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയാലും നബിദിനത്തിന് ഹുജ്ജത്താവുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും നബിദിനങ്ങൾ പൊതുവായി പഠിപ്പിച്ചത് റബീഉൽ 11, 12, 13 റബീഉൽ ആഖിറിലും എല്ലാ സമയത്തും ഒരുപോലെയാണ്.
അന്ന് പ്രത്യേകമായ പുണ്യമില്ല. പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്കാണെങ്കിൽ അത് ബിദ്അത്തായി മാറുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ബാക്കിൽ ആളുടെ കൊടുക്കില്ലേ, കയ്യിൽ തരാം. ഒന്നും കൂടി ആയിക്കോട്ടെ. നവപ്രഭ എന്നുള്ള മുജാഹിദ് ഇറക്കിയ ഒരു പുസ്തകത്തിൽ 1959 ഓഗസ്റ്റിലുള്ള പുസ്തകമാണ്. അതിൽ കാണാം, അതിന് പുറമെ നബി തിരുമേനി മാനവലോകത്തിന് നൽകിയിട്ടുള്ള ദൗത്യത്തെയും തിരുമേനിയുടെ സച്ചരിതങ്ങൾ പ്രസംഗങ്ങൾ വഴിയും ലഘുലേഖകൾ വഴിയും ചെറുഗ്രന്ഥങ്ങൾ മുഖേനയും ജനങ്ങൾക്ക് എത്തിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് നാം നബിദിനം കൊണ്ടാടേണ്ടത്. തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, ആ മഹാപുരുഷൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായത് ഒരു റബിയുൽ അവ്വൽ മാസത്തിലാണല്ലോ. ആ മാസം വരുമ്പോൾ ലോകത്തുള്ള മുസൽമാന്മാരൊക്കെ ആഹ്ലാദഭരിതരായി കാണപ്പെടുന്നു, നബിദിനം എന്ത് ചെയ്യുന്നു, കൊണ്ടാടുന്നു. എന്നാൽ ആ നബിയെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി എന്ത് ചെയ്യണം, സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അവസാന മൂപ്പർ പറയുകയാണ് എങ്ങനെയാണ് നബിദിനം കൊണ്ടാടേണ്ടത്. ചെറു ഗ്രന്ഥങ്ങൾ മുഖേന ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താനാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം നബിദിനം കൊണ്ടാടേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പണ്ട് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ ലോകത്തിലെ മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നബിദിനം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മുജാഹിദിൻ്റെ പണ്ടിറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ലോക മുസ്ലിങ്ങൾ കൊണ്ടാടുന്നത് ശരിയാണ്, അന്നുണ്ട് ഇന്നുണ്ട്. നിങ്ങളെപ്പോലത്തെ സൂഫികളും അതേപോലെ ഷിയാക്കളുള്ള കാലത്തോട് ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാതെ പോകുന്നില്ല. അത് എല്ലാ കാലത്തും ഉണ്ട്. തുടങ്ങിയ കാലം മുതൽ നേരത്തെ മുസ്ലിമായി കൃത്യമായി അതിൻ്റെ കാലം അടക്കം വിശദീകരിച്ചു. അന്ന് മുതൽ അതങ്ങനെ ചെയ്തു പോരുന്നുണ്ട്. അങ്ങനെ ഒരു ബിദ്അത്ത് ഉണ്ടാകുമ്പോൾ അവിടെ ചെയ്യേണ്ട പണി എന്താണ്? ചെറുഗ്രന്ഥങ്ങൾ, പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ, മുഖാമുഖങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ മഴ ആയിട്ട് പോലും പന്തലിട്ടിട്ട് ഈ മുഖാമുഖം നടത്തിയത്. അടിമാർത്തതല്ലോ. റബീഉൽ മാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബിദ്അത്ത് നാട്ടിൽ വ്യാപകമായി വരുന്നു. അതിൻ്റെ ഭാഗമായി ശിർക്ക് പ്രചരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് ബിദ്അത്താണ്, ഇതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പദം ശിർക്കാണ് എന്ന് ആളുകൾ പഠിപ്പിക്കണം. അതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതിലെവിടെയും റബീഉൽ 12 അങ്ങനെ പ്രത്യേകം ആഘോഷിച്ചാൽ കൂലിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? റബീഉൽ 12 10 രൂപ സ്വതക്ക ചെയ്താൽ കൂലിട്ടോ എന്നാണ്. അതതിലുണ്ടോ? ഇല്ല, അതിലില്ല. നേരെ മറിച്ച് ലോകത്തിന് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പല സംഗതികളും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല വേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ചെറു പുസ്തകങ്ങൾ, കൃതികൾ, പ്രസംഗങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഞാൻ അതിനെ അപ്പുറപ്പുറം വായിച്ചാൽ എന്താ നമുക്കറിയില്ല. നിങ്ങളെ ഫോണെടുത്ത് വായിച്ചതാണ്. ഞാൻ അത് എന്താ യാഥാർത്ഥ്യമായി അല്ലാഹു നമുക്കറിയാം. എന്തായാലും വേണ്ടില്ല, ആരെവിടെ എഴുതിയാലും പറഞ്ഞാലും ഇസ്ലാമിൻ്റെ ആശ്രയം ഇതാണ്, അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണോ, നബിയും സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി പോകുന്ന കാര്യമാണോ എങ്കിൽ അത് ദീനാണ്. അതിലില്ലേ, അതിന് മുജാഹിദ് എഴുതിയാലും സുന്ന എഴുതിയാലും ആരിവിടെ പ്രസംഗിച്ചാലും അതൊന്നും ദീനായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹവുമില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ വചനം, മൻ ഇബ്തഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ദീനിൽ ഒരു പുതിയ ആചാരം ഒരാൾ കൊണ്ടുവരികയും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ്റെ വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. കാരണം അല്ലാഹ് പറഞ്ഞ ദീനിൽ പൂർത്തിയാക്കി, ഇവനും പറയുക പൂർത്തിയാക്കിയ ദീനിൽ ഇല്ലെങ്കിലും പിൽക്കാലത്ത് വന്നതാണെങ്കിലും നല്ല കാര്യമാണ്. അതിനർത്ഥം ഇത് നല്ലതായിട്ട് കൂടി നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പഠിപ്പിക്കാതെ എല്ലാം പഠിപ്പിച്ചുവെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു എന്നാണ് അവൻ വാദിക്കുന്നത്. അതിനാൽ ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീന ഫലാ യക്കുനുൽ യൗമ ദീന, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുക ഇല്ല എന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാമു ദാരിൽ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇതിൻ്റെ അസ്ല്. അതിനപ്പുറത്ത് ആര് എഴുതിയാലും ആര് പറഞ്ഞാലും ആര് ആഘോഷിച്ചാലും ആര് കൊണ്ടുവന്നാലും അതൊന്നും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. അടുത്ത ആൾ വരാം ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് KCU തങ്ങൾ. ഇവിടെ അടുത്ത പ്രദേശം കൊടിയത്തൂരുകാരനാണ്. ഇവിടെ ഉള്ളവർക്കറിയാം. ഞാൻ ഇതുപോലെ മുഖാമുഖത്ത് ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാറില്ല. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാതെ. പക്ഷെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം, നമ്മൾ പഠിച്ച ഇൽമ് റബ്ബിൻ്റെ സന്നിധാനത്തിലെത്തുമ്പോൾ 3-4 ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ച കാൽ മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതിലൊന്നാണ് ഇൽമ്, വിജ്ഞാനം. ആ ഇൽമ് കൊണ്ട് നീ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, നീ അറിഞ്ഞ ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോന്നതിനാണ് അല്ലേ? അപ്പം ഞാനൊരു ഇൽമ് പഠിച്ചത് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. അതായത് ഈ നബിദിന ആഘോഷം പ്രമാണങ്ങളിൽ എന്ന ചോദ്യചിഹ്നം ഒരു മുക്കത്ത് പല ഇവിടെ അടുത്തൊക്കെ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിന് ചോദിച്ചിങ്ങനെ അവസരമുണ്ട് എന്ന് ആദ്യം നോട്ടീസിൻ്റെ അടിയിലുണ്ട്, സദസ്സിൽ ഇങ്ങനെ ചോദിക്കാന്നുള്ള. അത് കണ്ടിട്ട് അതിനുവേണ്ടി മാത്രം വന്ന പ്രമാണം, അതായത് നബിദിന ആഘോഷം പ്രമാണങ്ങളിൽ
എന്നുള്ള വിഷയം. അപ്പം ഈ നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് നബിദിനാഘോഷം ഉണ്ട്, ഇസ്ലാമികമാണ്. എൻ്റെ കാഴ്ചപ്പാടിട്ടോ, എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ വിജ്ഞാനത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീക്ഷണത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും, അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നത് സമയം രാത്രിയല്ല, പകൽ ഒരു 5 മണിക്ക് തുടങ്ങുന്ന സമയത്തിന് എത്തിന്. ആ സമയത്ത് ഇവിടെ ഇതിനെ ബന്ധപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രസംഗിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചേ സ്ക്രീനാണ് കാണിച്ച് എന്താ ബുഖാരി എന്നുള്ളതൊക്കെ അപ്പോൾ വ്യക്തമാണ്. പിന്നെ അതും അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എത്ര സ്ഫുടമായിട്ട് വ്യക്തമാണ്. അതുപോലെ പിന്നെ ഒരു ഹദീസ് നബിൻ്റെ ഭംഗി, അതുപോലെ അഖുൽ ബിഫദിലില്ലാ ബിറഹ്മതി അബിലാരി ഫല്ലഫ്റു. ഇങ്ങനെ എനിക്ക് ശരിക്കും ആ സന്ദർഭത്തിൽ തോന്നിയത് എന്താ മനസ്സിൽ വന്നത്, എൻ്റെ മനസ്സിൽ ഇതൊരു കോൺഫറൻസ്, ദ പ്രൊഫക്റ്റ് സല്ലല്ലാഹു അലൈഹി നബി തങ്ങളുടെ ഒരു കോൺഫറൻസ്, നബി സല്ലല്ലാഹു തങ്ങളുടെ ഒരു മൗലിദാഘോഷത്തിൽ മൗലിദ് സമ്മേളനം പോലെ എൻ്റെ മനസ്സിൽ തോന്നിയത്. കാരണം നബിയെ സ്നേഹിക്കണം, നബിയെ പിൻപറ്റണം, അത് തന്നെ മാത്രം ഇവിടെ പറഞ്ഞത്. നബിനെ ആഘോഷം എന്ന ഒരു പേര് ഇവിടെ ഉണ്ട്, പക്ഷേ ആ സംസാരത്തിൽ നബിയെ സ്നേഹിക്കുന്നത് മാത്രം. അപ്പോൾ നബിദിനാഘോഷം നടത്തുന്നതിൽ തെളിവ് ഖുർആനിലുണ്ടോ, വിശുദ്ധ ഖുർആനുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ പറയാൻ വിചാരിച്ച മറുപടിയാണ് ഇവിടെ അന്ന് ആ സദസ്സിലെത്തിയ സമയത്ത് എനിക്ക് കേട്ടത്. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുക. അള്ളാഹു ഇല്ലാതെ, അള്ളാഹുവാണ് നമ്മളെല്ലാം. അപ്പം അത് കിട്ടണമെങ്കിൽ എന്നെ പിൻപറ്റുക. പിന്നെ ഇവിടെ മനസ്സിലാക്കണം, നബിയെ പിൻപറ്റണം, എന്നാൽ യുഹിബ്ബുക്കും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആയത്ത് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി, അന്നബിയു, നിശ്ചയമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആരാണ്? അന്നബി ഔലാ മിൻ അൻഫുസിഹിം ബിൽ മുഅ്മിനീന, ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ അന്നാസി അജ്മഈൻ, സർവ്വ നബിയാണ്, നബിയെ സ്നേഹിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത്, ഏറ്റവും നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. അപ്പോൾ പിന്നെ ചോദ്യം ഇവിടെ എന്താ സംഭവിച്ചത് എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ നബി ഞാൻ സുദീർഘമായി പറഞ്ഞു പോകില്ല, ഞാൻ പെട്ടെന്ന് ചുരുക്കാൻ. നബി സല്ലല്ലാഹു ചെയ്തോ ചെയ്തില്ല, അതായത് നബിയെ സ്നേഹിക്കുന്ന കാര്യം. അപ്പം നബി ചെയ്തോ ചെയ്തില്ല ചോദിച്ചാൽ, അതുപോലെ തന്നെ മൗലിദിന്റെ വിഷയം, മൗലിദിൽ എന്താ പറയുന്നത്? മൗലിദിൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്റഫിൽ അബ്തദീഹി വൽ ഹബീബിൽ അറബീൻ. അതായത് സ്വലാത്ത്, അതാണ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസ്സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു, ഓ സത്യവിശ്വാസികൾ നിങ്ങൾ സ്വലാത്തും ചൊല്ലു, സലാമും ചൊല്ലു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ആ നബിദിന ആഘോഷം ഫുള്ള് ചെയ്തു. പക്ഷെ അനിസ്ലാമികമായിട്ട് ഘോഷയാത്ര ലോകത്ത് ആര് ചെയ്താലും, അത് ഘോഷയാത്ര ആയാലും മറ്റെന്ത് പ്രവൃത്തിയാ ലോക മുസ്ലിം ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അനിസ്ലാമികം, അനാചാരം, ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി. നിങ്ങളെ ചോദ്യം എന്താണ്? അതായത് പ്രവൃത്തി ഉണ്ട്, അത് തെറ്റ് തന്നെയാണ്. അപ്പൊ ചോദ്യമല്ല, അതായത് ഞാൻ പറഞ്ഞ ഇത് ഈ നബിദിനാഘോഷം ഇസ്ലാമികമായി നടത്തുമ്പോൾ അത് ഖുർആനും ഹദീസിനും വ്യക്തമായി തെളിഞ്ഞതാണ്, സത്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ഈ ആയത്ത് കൊണ്ട് അതുപോലെ തന്നെ അന്നബി ഔല എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ വഅലമു അന്ന ഫീക്കും റസൂല, മറ്റൊരായത്തിൽ അവിടെ പ്രതിപാദിച്ച വഅലമു അന്ന ഫീക്കും, നിശ്ചയം നിങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് അവന് ലാസ്റ്റ് നിർത്തുകയാണ്. അങ്ങനെ അതായത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആരാണ്, അത് നമ്മൾ പഠിക്കണം. ഖുർആൻ എന്ന് പറയാം, മനസ്സിലാക്കണം. നബി നമ്മൾ മനസ്സിലായിട്ട് എന്താ നബി ചോദ്യത്തിക്ക് വരി. അതായത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നബിദിനാഘോഷം എന്തുകൊണ്ട് നടത്താൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ല, നബിൻ്റെ സഹാബിമാർ കഴിച്ചിട്ടില്ല. ഇപ്പോൾ മൂസ സലാഹി പറഞ്ഞല്ലോ, ആദ്യത്തെ 3 നൂറ്റാണ്ട് കാലത്ത് അഹ്ലുസുന്നയുടെ ഇമാമുമാരും കഴിച്ചിട്ടില്ല. മാത്രമല്ല നമ്മൾ എല്ലാവരും പറയുന്നത് ഷാഫി ഇമാം എന്ന് പറയുന്നുണ്ട്. ഷാഫി ഇമാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 4 ഇമാമുമാരുടെ കൂട്ടത്തിൽ ഷാഫി ഇമാമിൻ്റെ പ്രത്യേകത, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്നും വന്ന ഏക ഇമാം ഷാഫി ഇമാമാണ്, നബിൻ്റെ കുടുംബക്കാരനാണ്. ആ ഷാഫി ഇമാമ് പോലും എന്തായിട്ടില്ല, നബിനെ കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ശേഷം കുറേ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ നബിൻ്റെ ഭാര്യയായ ആയിഷ ബീവി, ഒരിക്കൽ പോലും എന്തായിട്ടില്ല, നബിദിനം കഴിച്ചിട്ടില്ല. അതിൽ ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ അവർ കഴിക്കുമായിരുന്നു. അവരത് കഴിക്കാത്തത് കൊണ്ട്, ആഘോഷിക്കാത്തത് കൊണ്ട് നമ്മളത് കഴിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതൊരു എന്താണ് പറയുക, ഒരു പ്രോഫറ്റിക് കോൺഫറൻസ് ആണെന്ന് തോന്നിപ്പോയിന്ന്. ഇതന്നെയാണ് നമ്മൾ പറയേണ്ടത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ സമൂഹത്തിൽ പഠിപ്പിച്ചത് അത് നമ്മൾ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നബി ജനിച്ചു എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം അതിനുവേണ്ടി പ്രത്യേകം പന്തലിട്ട്, അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് അപദാനങ്ങൾ പാടിയിട്ടും അതുപോലെ പ്രസംഗിച്ചിട്ടും അങ്ങനെ അതിന് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? ഖുർആനിലും ഹദീസിലും തെളിവ് വേണം. അതില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് ഇവിടുന്ന് പറയും സ്റ്റേജിൽ നിന്ന്. ആയിക്കോട്ടെ, പറഞ്ഞത്. അതായത്
നബി സല്ലല്ലാഹു തങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്ത് കാണിക്കണമല്ലോ. നമുക്ക് പ്രമാണം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ചെയ്ത് കാണിച്ചതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാണിക്കണം. അപ്പോൾ നബി കാണിച്ചില്ല, എന്തുകൊണ്ട്? അത് പ്രസക്തമായ ചോദ്യം. നബി ചെയ്ത് കാണിച്ചില്ല, നബിൻ്റെ ജന്മദിനം നബി ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്ന് ലോക മുസ്ലിങ്ങൾ വളരെ അത്യാഗ്രഹം നടത്തുന്നു. പക്ഷെ എന്തുകൊണ്ട്? നബി ചെയ്തിട്ട് നബി എങ്ങനെ ചെയ്യില്ല, അതാ ചിന്തിക്കേണ്ടത്. നബി എങ്ങനെ ചെയ്യും? ഈ പരിശുദ്ധ ഖുർആൻ അവലുടെ ആഹ്ല എത്ര ആയത്താണ്, എത്ര ഉണ്ട്? ഈ ആയത്ത് ഒന്നിച്ച് നബിക്ക് ഇറക്കിയതല്ലോ, അത് ഘട്ടം ഘട്ടമായി ഇറക്കി കൊടുത്തതാണ്. നബി ആരായിരുന്നു? നബിൻ്റെ ഭംഗി അവർക്ക് സിദ്ദീഖുള്ളാഹു ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും ഏറ്റവും നല്ല കാര്യം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നബിയെ താങ്കളുടെ മുഖം വീക്ഷിക്കല, നബിയെ താങ്കളുടെ ആ മുഖം, ആ പുണ്യമുഖം, അന്ത ശംസും അന്ത ബദർ എന്നല്ലേ, അങ്ങനെ ബദറിനേക്കാൾ അപ്പുറമാണ്. അത്രയും ഭംഗിയിൽ ആ മുഖം കണ്ടുകൊണ്ടിരിക്കും. എവർക്ക് എങ്ങനെ ആഘോഷിക്കും? ഈ നബിദിന പരിപാടിയാണ്, നബീനെ നിർത്തുകയാണെങ്കിൽ പക്ഷേ എവിടെ നിൽക്കാൻ കഴിയില്ല. വലൂഹു ബുഖാരിയിൽ പറഞ്ഞു, വലൂഇൻ്റെ വെള്ളത്തിന് അവർ തിക്കും തിരക്കും കൂടി യുദ്ധത്തിൽ, ബുഖാരിയില്ല, യുദ്ധത്തിന് പോലും എത്താനായി. എന്നാൽ വലൂവിൻ്റെ വെള്ളം നബിനെ, അതുപോലെ തന്നെ യുദ്ധത്തിൽ എന്ത് ചെയ്ത് സഹാബിയുടെ സഫ് അണി റെഡിയാക്കുവാൻ വേണ്ടി ഒന്നുകൂടെ നിൽക്കുന്ന അറിയും, അതേമാതിരി ഒന്നുകൂടി മാറ്റിയതാണ്. എന്നിട്ട് ആ സഭ എനിക്ക് കിസാസ് ചെയ്യണമെന്ന് പറഞ്ഞു. കിസാസോ? എന്നിട്ട് മറ്റുള്ളവർ ദേഷ്യം പിടി. കിസാസല്ല, യഥാർത്ഥത്തിൽ നബിൻ്റെ മൊത്താൻ വേണ്ടി നബി വയറ് പൊന്തിച്ചു കൊടുത്തു, മൊത്തി എന്ത് സ്നേഹം പങ്കിട്ടു. അത്രയും ഭയങ്കര സ്നേഹമായി ആ നബിക്ക് അവിടെ നബിദിനം അതാ ഞാൻ പറയാനും ചെയ്യാൻ കഴിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ, അത്രയും ഭംഗിയുടെ അപ്പുറത്താണ് നബി ഉള്ളത്. പിന്നെ എങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ എന്താണ് ഇപ്പം ചെയ്യുന്നത്? നബിയെ സ്നേഹിക്കുകയാണ്, ആ സ്നേഹമാണ്. പക്ഷേ അനാചാരമായ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിയെ അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും അസ്വീകാര്യമാണ്. അപ്പോൾ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിക്കലാവാലും അന്നഫിക്കു, നിങ്ങളുള്ള പ്രവാചകൻ എന്നാൽ എപ്പോഴൊക്കെ നബി എപ്പോഴും നമ്മളിൽ ഉള്ളതും ബാഹ്യമായി അല്ലാഹു വൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് അപ്രത്യക്ഷമൊക്കെ നബി വരുമ്പോൾ അന്നഫിക്കു, നിങ്ങളുടെ പ്രവാചകൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലുള്ള പ്രവാചകൻ. അതുപോലെ നിങ്ങൾ ചോദ്യം ഇപ്പോൾ മുഴുവനാക്കിയിട്ട് ചേട്ടാ, അതായത് നമ്മൾ പറഞ്ഞില്ല അഭിപ്രായ വ്യത്യാസമില്ല, ആകെ അഭിപ്രായ വ്യത്യാസമുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പേരും പറഞ്ഞിട്ട് നമുക്ക് നബിദിനം എന്ന് പറഞ്ഞ ഒരു ദിവസം പ്രത്യേകിച്ച് ആഘോഷിക്കാൻ വകുപ്പില്ല. അതായത് ഒറ്റ ഹദീസ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ എങ്ങനെയാണോ എന്നെ വീക്ഷിക്കുന്നത്, നിങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്താണോ എങ്ങനെയാണോ വീക്ഷിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ എന്ന് ചെല്ലണം, എന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന എല്ലാ സമ്പൂർണ്ണമായ ഇസ്ലാം അംഗീകരിച്ച സമ്പൂർണ്ണമായ കാര്യങ്ങൾ നബിയുടെ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, അതാണ് ഹദീസ്. എന്നാ ശരി, ഇനി വേറെ അടുത്താള്. അടുത്താളുണ്ടെങ്കിൽ വരി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുബാറക്ക് എന്നാണ്. ഞാൻ പായൂർ സ്വദേശിയാണ്. പാളയം, പാഴൂർ സ്വദേശിയാ. ഇങ്ങനത്തെ ഒരു സദസ്സിലൊന്നും ചോദിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോദ്യത്തിൽ തന്നെ എന്തെങ്കിലും പിഴവൊക്കെ വരാൻ സാധ്യതയുണ്ട്. വേണ്ട. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, നരകത്തിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ വാക്കിൽ പിടിക്കരുതേ. അപ്പോൾ പിന്നെ ബുഖാരിയിലുണ്ട്, അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഹദീസൊന്നും കണ്ട ആളൊന്നുമല്ല. കേട്ട് പല പിന്നെ സുന്നിയിലുള്ള പിന്നെ മുജാഹിദിൽപ്പെട്ടവരുടെയും പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു അറിവേ എനിക്കുള്ളൂ. അപ്പോൾ ബുഖാരിയിലുണ്ട്, പിന്നെ എൻ്റെ അബൂലഹബിന് നബി ജനിച്ച ദിവസം ഒരു അടിമയെ എത്തിക്ക് ചെല്ലിയതിൻ്റെ പേരിൽ തിങ്കളാഴ്ച പിന്നെ ശുദ്ധമായ വെള്ളം അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കടിയിൽ അദ്ദേഹത്തിന് കുടിക്കാൻ ലഭിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഖുർആനെതിരാണ്, വിശുദ്ധ ഖുർആന് എതിരുമാണ് എന്നൊരു വിഷയമല്ലേ അവിടെ എന്നാണ് എൻ്റെ ചോദ്യം. അതിന് ഉപദ്യോതി ഉണ്ടാവുക, അതിന് അവസരം തരണം. അതായത് ചോദ്യത്രേ ഉള്ളൂ, അബൂലഹബ് നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അബൂലഹബിന് നരകത്തിൽ വെച്ചിട്ട് തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് എന്നും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിനെതിരായിക്കൊണ്ട് ഹദീസ് വരികയില്ലേ എന്നതാണ് ചോദ്യം. സഫീർ അതിന് ഉത്തരം പറയും. സഫീർ അൽ ഹിക്കമിയാണ് ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നത്. സഹോദരൻ, അൽഹംദുലില്ലാഹ്, മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ 5 മണിക്ക് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ സംശയ നിവാരണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 8 മണിക്കാണ്. ഇതിനു മുമ്പും 4 അവതരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒരവതരണം, ഈ ഉള്ളവൻ്റെ അവതരണം മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് ഈ വിഷയത്തിൽ മാത്രമായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ, നബിദിനം ആഘോഷിക്കാൻ തെളിവായിക്കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ നിജസ്ഥിതിയാണ് പറയപ്പെട്ടത്. നേരത്തെ സവിസ്തരം വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അത്ര തന്നെ വിശദീകരിക്കുന്നില്ല. സഹോദരൻ ചോദിച്ചതുകൊണ്ട് മാത്രം ചുരുക്കി പറയാം.
ഒന്നാമതായി ആ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ സ്വഹീഹായ ഹദീസ് എന്ന ഗണത്തിൽ കൊണ്ടുവന്ന കാര്യമല്ല. ഒരാൾക്ക് 4-ൽ കൂടുതൽ വിവാഹം കഴിക്കലുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുന്നിടത്ത് ആ ബാബിൻ്റെ ഇടയിൽ കിതാബു നിക്കാഹിൽ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരി വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഹുക്മ പഠിപ്പിക്കാനും വേണ്ടി വന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീക്കും അബൂ സലമ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും സുവൈബ എന്ന സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതുകൊണ്ട് ഉമ്മു സലമയുടെ മകളെ അബൂ സലമയുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഹദീസ്. അതിനുശേഷം ഉർവത്ത് ബിൻ സുബൈർ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായിക്കൊണ്ടുള്ള ഒരു സംഭവം ഇമാം ബുഖാരി ചേർത്ത് പറഞ്ഞു പോവുകയാണ്. അത് ഹദീസ് ആയിക്കൊണ്ടല്ല ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളതല്ലേ അതുകൊണ്ട് അത് സ്വീകരിക്കണം എന്നുള്ളതല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സനദോടുകൂടി കൊണ്ടുവന്ന ഹദീസായ കാര്യങ്ങളാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നതും സ്വീകരിക്കുന്നതും. അതിനെ തുടർന്ന് കൊണ്ട് അതിൽ ചില വിഷയങ്ങൾ വിശദീകരിക്കാനും വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അത് ആരാണ് പറഞ്ഞത് എന്ന് പോലും ചിലപ്പോൾ ഇല്ലാതെ അല്ലെങ്കിൽ സനദോടുകൂടി അല്ലാതെ ഇമാം ബുഖാരി പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഒരു സംഭവം മാത്രമാണ് അബൂലഹബിൻ്റെ മരണത്തിന് ശേഷം കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബൂലഹബിനെ കാണുകയും എന്താണ് നിൻ്റെ അവസാനം ചോദിക്കുകയും എനിക്ക് നരകത്തിൽ വളരെ പ്രയാസമാണ്, പക്ഷേ സുവൈബയെ മോചിപ്പിച്ചതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സഹോദരൻ ചോദിച്ച ഒരു കാര്യം. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് ലോകത്ത് വിരചിതമായതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഷറഹാണ് ഫത്ഹുൽ ബാരി, ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ്. ആ ഇബ്ൻ ഹജർ അസ്ഖലാനി തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഹദീസിൽ നിന്നും കാഫിറായ ഒരാൾക്ക് നരകത്തിൽ ഇളവ് ലഭിക്കും എന്നീ ഹദീസിൽ തെളിവുണ്ട്. പക്ഷേ ഈ കാര്യം വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ലാഹിറിന് വിരുദ്ധമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഖദിംനാ ഇലാ മാ അമിലു ഫജഅൽനാ വഖദിംനാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ എന്ന്, അഥവാ കുഫാറുകളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ അള്ളാഹു ചിതറിയ ധൂളികളാക്കി കളയുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാഫിറിന് ഒരിക്കലും നരകത്തിൽ ഒരു ഇളവും ലഭിക്കുകയില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ അബൂലഹബിനെ കുറിച്ച് ഒരു സൂറത്തിൽ പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിന്റെ 2 കരങ്ങൾ നശിച്ചിരിക്കുന്നു. അപ്പം അള്ളാഹു 2 കരങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാഫിറിന് ഒരിക്കലും അവൻ്റെ വിരലിൽ കൂടി കുടിവെള്ളം ലഭിക്കുകയില്ല എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമൊക്കെ വ്യക്തമാണ്. മാത്രവുമല്ല ഇനി സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ടാണ് അതിനെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ട് ഉപകാരപ്പെട്ടുവെങ്കിൽ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിൻ്റെ സമ്പത്തൊന്നും അവന് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആയത്തിനും അത് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവം ഇമാം ബുഖാരി കൊണ്ടുവന്നത് ഹദീസായിട്ടല്ല, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചതായിട്ടും അല്ല, ഒരഭിപ്രായമായിക്കൊണ്ട് മാത്രം പറയുന്നതാണ്. അത് ആര് സ്വപ്നം കണ്ടുവെന്നോ എപ്പോൾ കണ്ടുവെന്നോ എന്നൊന്നും ഇമാം ബുഖാരി തന്നെ അതിൽ പറയുന്നില്ല. അതുകൊണ്ട് ആ സംഗതി ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവല്ല എന്നാണ് സഹോദരൻ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അപ്പോഴേ അതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ സംഭവം അങ്ങനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇമാം വിശുദ്ധ ഖുർആനിൻ്റെ ശേഷം മുസ്ലിങ്ങൾക്ക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമ് ഒരു കാര്യം കൊണ്ടുവരുമ്പം വിശുദ്ധ ഖുർആനിന് എതിരായ ഒരു വിഷയം കൊണ്ടുവരാനേ പാടില്ല. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇത് ഇവിടെ മൗലിദ് ആഘോഷിക്കുന്നവർക്ക് അതോ ആഘോഷിക്കാൻ വേണ്ടി ഒരു കോണി വെച്ച് കൊടുക്കലും കൂടിയാണ് അത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന. അപ്പോൾ അവർക്കൊരു കോണി വെച്ച് കൊടുക്കുക. അവർ അതായത് ബിദ്അത്തിനെയും ഷിർക്കിനെയും ഇത് ഇവിടെ പിന്നെ മൗലിദ് ആഘോഷം ഷിർക്കാണെന്നും ബിദ്അത്താണ് രണ്ടും ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷിർക്കിനും ബിദ്അത്തിനും ഒരു കോണി വെച്ച് കൊടുക്കുക ഇമാം ബുഖാരി ഇമാം. അങ്ങനത്തെ ഒരു വിഷയം ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏത് ഒരു സാഹചര്യമായാലും ഏതൊരു പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഏതൊരു വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ നമ്മൾ അനുസരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളെ ഗ്രന്ഥം നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന ഉസ്താദ്മാർ ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ അതിന് സ്ഥാപിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു വിഷയം അതിനോട് എഴുതുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവനവൻ്റെ ആശയത്തിന് തീർത്തും എതിരായ ഒരു വിഷയം നമ്മൾ കൊണ്ടുവരുമോ? ഇല്ലല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവില്ലല്ലോ. ആ രീതിയിൽ നമുക്ക് പിന്നെ ഇമാം ബുഖാരീൻ്റെ പിന്നെ മറ്റു ഹദീസിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ആ ഒരു വിഷയം
ഈ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി അതിന് മറുപടി അറിയും. തീർച്ചയായും ന്യായമായ ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സ്വഹീഹ് ബുഖാരിയെയും ഇമാം ബുഖാരിയുടെ ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെയും ശരിയാവണ്ണം ഗ്രഹിച്ചാൽ ഒരിക്കലും ഈ സംശയം നമുക്ക് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിനൊരു ആശങ്ക, മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾക്ക് ആ ബിദ്അത്തിന്, അതിൻ്റെ ഭാഗമായുള്ള ശിർക്കിനെല്ലാം ഒരു കോണി വെച്ച് കൊടുക്കുന്ന ഏർപ്പാടായില്ലേ എന്നാണ്. ഒരിക്കലുമില്ല. കാരണം സ്വഹീഹ് ബുഖാരിയിൽ ഇനി ഹദീസാണെങ്കിലും അല്ലെങ്കിലും രണ്ട് നിലയ്ക്ക് പരിഗണിച്ചാലും അവിടെ നബിതങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചതിനാൽ എന്ന് ബുഖാരി ഇമാം പറഞ്ഞിട്ടില്ല. അത് ഉസ്താദുമാരുടെ വക കൂട്ടിച്ചേർക്കുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും എന്നും ബുഖാരിയിലില്ല, അതും ഉസ്താദുമാരുടെ വക കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഏണി വെച്ച് കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുന്ന മനുഷ്യന്മാർ. ഇമാം ബുഖാരി ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നബിതങ്ങൾ ജനിച്ചത് കൊണ്ട് എന്നുമില്ല, അതിനെ പേര് സന്തോഷിച്ചു എന്നതുമില്ല, എല്ലാ തിങ്കളാഴ്ചയും എന്നും ഇല്ല, അങ്ങനെ എന്നും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് പറഞ്ഞു, ഇവിടെ വിശദീകരിക്കപ്പെട്ടു. നബിതങ്ങൾക്ക് വിവാഹാന്വേഷണം വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അവൾ എനിക്ക് അനുവദനീയമല്ല, കാരണം എനിക്കും അവളുടെ പിതാവിനും ഒരു സ്ത്രീ മുല തന്നിട്ടുണ്ട് എന്നാണ്. ആ നിലയ്ക്ക് അവൾ സഹോദരിയാണ്, അതുകൊണ്ട് സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹദീസോട് അവസാനിച്ചു. ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ് അതിൽ അവസാനിച്ചു, ബാക്കി ഹദീസല്ല. ഇനി അനുബന്ധമായ റിപ്പോർട്ടർ പറഞ്ഞൊരു കഥയാണ്. ഹദീസ് ഉദ്ധരിച്ച ആ റിപ്പോർട്ടർമാരിൽ വന്ന ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹം പറഞ്ഞ ഒരു അനുബന്ധ വാചകം ശേഷം നൽകിയതാണ്. ആരാണ് സുവൈബ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞൊരു വാചകം മാത്രമാണിത്. അത് ഇമാം ബുഖാരി ഹദീസായി കൊടുത്തതല്ല, നബിതങ്ങളുടെ വചനവുമല്ല. ഹദീസ് അവസാനിച്ചതിന് ശേഷം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉർവത്ത് ബിൻ സുബൈർ ഒരു വാചകം കൊടുക്കുകയാണ്. അഥവാ അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. ആയിക്കോട്ടെ, അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് വിശേഷം, എന്താ അവസ്ഥ? അപ്പോൾ പറഞ്ഞു, ഒരു ആശ്വാസമില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്, പക്ഷേ എനിക്ക് ഇതിലൂടെ വെള്ളം കിട്ടുന്നുണ്ട് സുവൈബയെ മോചിപ്പിച്ചതിനാൽ. അത് മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ച എന്നില്ല, നബി ജനിച്ചതിനാൽ എന്നില്ല, അത് സന്തോഷിച്ചതെന്നില്ല, അങ്ങനെയൊന്നും അതിലില്ല. നേരെ മറിച്ച് ഇതിലൂടെ എനിക്ക് വെള്ളം നൽകപ്പെടുന്നു സുവൈബയെ മോചിപ്പിച്ചതിനാൽ എന്ന് അബൂലഹബ് പറഞ്ഞു എന്നാണ് അതിലുള്ളത്. അബൂലഹബ് പറഞ്ഞു എന്നാണ്. അബൂലഹബ് പറഞ്ഞാൽ വല്ല പ്രമാണമാണോ? വിശുദ്ധ ഖുർആനിലുണ്ട് ഫിർഔന് പറഞ്ഞ ഒരുപാട് വാചകങ്ങൾ. ഫിർഔന് പറഞ്ഞു, ഞാൻ റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ നിങ്ങൾ റബ്ബാകുന്നു ഫിർഔൻ പറഞ്ഞു ഖുർആനിലുണ്ട്. ഒരുത്തം പറഞ്ഞ ഖുർആൻ അത് കൊടുക്കാൻ പാടില്ലെന്നു, അതിപ്പോൾ എന്തായാലും ബഹുദൈവ ആരാധനയ്ക്ക് ഒരു എണിക്കലാണ് എന്ന് ഒരുത്തം പറഞ്ഞാലോ? അത് ഫിർഔന് പറഞ്ഞു എന്നുള്ളത്. ഫിർഔന് പറഞ്ഞു, ഞാൻ നിങ്ങൾ റബ്ബാകുന്നു, എങ്ങനെ ജീവനോടെ നേർക്കുനേരെ പ്രഖ്യാപിച്ചതാണ്. അത് അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞു. അത് അവൻ്റെ കിബ്ർ കാണിക്കാൻ, അവൻ്റെ അഹങ്കാരം ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് എടുത്തു കൊടുത്ത വചനമാണ്. ഇവിടെ അബൂലഹബിനെ ഒരാൾ സ്വപ്നം കണ്ടു എന്നാണ്. ആരാ സ്വപ്നം കണ്ടത്? അത് ബുഖാരിയിലില്ല. എന്നാൽ ആ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു, എനിക്ക് ഇതിലൂടെ വെള്ളം ലഭിക്കുന്നു സുവൈബയെ മോചിപ്പിച്ചതിനാൽ. അത് മാത്രമാണ് അവിടെ ഉള്ളത്, അതല്ല ഹദീസേ അല്ല. അബൂലഹബ് നേർക്കുനേരെ ജീവനോടെ പറഞ്ഞാൽ പോലും ഇസ്ലാമിന് അതിന് യാതൊരു വിലയുമില്ല. എങ്കിൽ പിന്നെ അബൂലഹബിനെടുത്ത സ്വപ്നം കണ്ടു. ഇനിയിപ്പോൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈ റബീഉൽ അവ്വലിന് ഒരു കാര്യപ്പെട്ട ഉസ്താദ് അബൂലഹബിൻ്റെ സ്വപ്നം കണ്ടു വിചാരിക്കുക. എന്നിട്ട് അബൂലഹബ് പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തേക്ക് മാറിയിരിക്കുന്നു പറഞ്ഞു. അത് സിറാജുൽ ഉസ്താദായി ഫസ്റ്റ് പേജിൽ ബന്ധം ചെയ്തു, നമ്മൾ സ്വീകരിക്കുമോ? ഉണ്ടാവില്ലല്ലോ. അതിന് പത്രമേ ഉള്ളൂ. ഇതൊരു ഹദീസല്ല, നബി തങ്ങളുടെ വചനമല്ല, സ്വഹാബിയുടെ വാക്കല്ല, അങ്ങനെ ഒരു സംഭവമായി കൊടുത്തതുമല്ല. നേരെ മറിച്ച് സുവൈബ ആരാണ് എന്ന് പഠിപ്പിക്കാൻ ആ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഉർവ ഒരു വാചകം അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരാണ് സുവൈബ? സുവൈബിൻ്റെ പേര് ഹദീസിൽ വന്നല്ലോ. അപ്പോൾ ആ സുവൈബ ആരാണ് എന്ന് പറയാൻ വേണ്ടി കൊടുത്തൊരു വചനം മാത്രമാണ്. ഇനി മാത്രവുമല്ല, ചില ആളുകൾ ഇത്തരം സംഭവങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും സ്വഹീഹ് ബുഖാരി എല്ലാം സ്വീകരിക്കാൻ പറ്റൂല, സ്വഹീഹ് ബുഖാരിയിലും ദഈഫായതുണ്ട്, ബുദ്ധിക്കെതിരായതുണ്ട്, ഖുർആനെതിരായതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന പല ആളുകളും സമൂഹത്തിൽ കാണാറുണ്ട്. ഒരിക്കലും സ്വഹീഹ് ബുഖാരിയിൽ സനദോടുകൂടി ഉദ്ധരിച്ച നബിതങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ഒരൊറ്റ ഹദീസും ഖുർആനും എതിരാവുകയില്ല, ബുദ്ധിക്കും എതിരാവുകയില്ല, ദുർബലമായതുമില്ല. അത് പൂർണ്ണമായും സ്വഹീഹാണ്, സ്വീകാര്യമാണ്, വിശ്വാസയോഗ്യമാണ്, അമൽ ചെയ്യേണ്ടതുമാണ്. അനുബന്ധമായ ചില വചനങ്ങൾ ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ടാകും. അതൊരു പക്ഷേ റിപ്പോർട്ടർമാരുടെ വിശദീകരണം ഉണ്ടാകാം, ചിലപ്പോൾ കവിതയുണ്ടാകാം, ചിലപ്പോൾ അറബി ഭാഷയിൽ വന്നൊരു വാക്കിൻ്റെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടാവാം, ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ടുണ്ടാവാം. ഇതൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അനുബന്ധമായി ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഹെഡിങ് ആയി കൊടുക്കും,
ചിലപ്പോൾ അനുബന്ധ വചനമായി കൊടുക്കും. അത് ഓരോന്നും കൊടുത്തത് ഇമാം ബുഖാരിക്ക് ഉദ്ദേശമുണ്ടാകും. ആ ഉദ്ദേശപ്രകാരം അത് 100% ശരിയാണ് താനും. അതിൽ നിന്നും മാറി ഇമാം ബുഖാരി പോലും ആലോചിക്കാത്ത, ഇമാം ബുഖാരി സൂചിപ്പിക്കപ്പോലും ചെയ്യാത്ത തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും എന്നിട്ട് അതിൽ പിന്നെ തങ്ങളുടെ വക പൊടിപ്പും തങ്ങളും വെച്ച് തീർക്കുകയും തങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തെ തെളിവാക്കി മാറ്റുകയും ചെയ്യുന്നത് ഇമാം ബുഖാരി ഒരിക്കലും ഉത്തരവാദിയല്ല. ഇനിയിപ്പോൾ ഒരാൾ ഇത് വിശ്വസിച്ചാന്ന് വിചാരിക്കുക, ഉറവ പറഞ്ഞ ഈ വാചകം ഒരാൾ വിശ്വസിച്ചില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. അത് നിഷേധിച്ചുകൊണ്ട് ഹദീസ് നിഷേധിയാകോ? ഇല്ല. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗമായ ഹദീസ് നിഷേധിച്ചാലോ? ഹദീസ് ശരിയാവുകയും ചെയ്യും. അതിലെ ആദ്യ ഭാഗത്ത് വന്ന നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹ് ബുഖാരി 5101 ഹദീസ്, ആ ഹദീസ് ഒരാൾ നിഷേധിച്ചാൽ ഹദീസ് ശരിയാണ്. ഹദീസ് കഴിഞ്ഞ ശേഷം റിപ്പോർട്ടറായ ഉർവയുടെ വാചകം, ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ കഥ ഒരുത്തം പറയും അങ്ങനെ സ്വപ്നം കാണാൻ സാധ്യതയില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സ്വപ്നം കണ്ടു എന്ന് അംഗീകരിച്ചില്ലെങ്കിലും ദീനിൽ പ്രത്യേകിച്ച് ഹുക്കും അതുകൊണ്ട് സ്ഥിരപ്പെടുന്നുമില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ബോധ്യമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൊടുത്തോളി. അപ്പോൾ അതിൽ സാ പറഞ്ഞ കുട്ടിക്കട തിങ്കളാഴ്ചയാണ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, അതൊക്കെ പൊടി കോണി വെക്കൽ അല്ല, അതും ഓക്കെ. പക്ഷേ ഈ ഖുർആൻ്റെ ഈ ആയത്തിനെതിരല്ലേ ബുഖാരി ഇമാം കൊണ്ടുവന്നത്. നമ്മൾ ഒരു അനുബന്ധ വിഷയം കൊണ്ടുവരുമ്പം തീർച്ചയായിട്ടും ആയത്തിനെതിരായ ഒരു വിഷയം ഒരിക്കലും കൊണ്ടുവരുന്നതല്ലോ. അതല്ലേ അതിൽ അങ്ങനെയല്ല ഇതിൽ അല്ല. അതിലെന്താണ് അബൂലഹബ് പറഞ്ഞത്? ഇമാം ബുഖാരി എടുത്തത് അബൂലഹബിന് ഇളവുണ്ട് ഇമാം ബുഖാരി പറഞ്ഞാൽ ആയത്തിനെതിരാണ്. എന്നുവെച്ചാൽ അങ്ങനെ അബൂലഹബ് പറഞ്ഞു, ഒരാൾ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു, ഞാൻ അയിമ ഇമാം ബുഖാരിക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാൾ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു, അത് ഉദ്ധരിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് അത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നേരെ മറിച്ച് അബൂലഹബിന് ഇളവുണ്ട് എന്ന് ഇമാം ബുഖാരി പറയുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അത് ഖുർആനെതിരാണല്ലോ എന്ന് ചോദിക്കാം. അതല്ലാതെ അബൂലഹബിന് ഒരാൾ സ്വപ്നം കണ്ടു എന്ന സംഭവം ഉദ്ധരിക്കുമ്പോൾ ആ സ്വപ്നം കണ്ട ആൾ പറഞ്ഞത് അതേപടി ഉദ്ധരിക്കും. അതിൽ നിന്ന് ദീനിൽ ഒരു ഹുക്കുമുണ്ടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിനു കൊടുത്തു? നേരത്തെ പറഞ്ഞു, സുവൈബയെ പറ്റി ഹദീസിൽ പരാമർശം വന്നു. നബിതങ്ങൾ തന്നെ പറഞ്ഞു അവർ എനിക്ക് ഹലാലല്ല എന്ന് പറഞ്ഞ ശേഷം നബിതങ്ങൾ പറഞ്ഞു അർളഅത്നി വ അബാ സലമത സുവൈബതു, എനിക്കും അബൂ സലമക്കും സുവൈബ മുലയൂട്ടിയിരിക്കുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് സുവൈബ എന്ന് വിശദീകരിക്കണം. അത് വിശദീകരിക്കാനായി ആ ഹദീസ് ഉദ്ധരിച്ച സനദിൽ വന്ന ഉർവത്തുബ്നു സുബൈർ എന്ന റിപ്പോർട്ടർ അദ്ദേഹം ശേഷം പറഞ്ഞു സുവൈബ മൗലാത്തുൽ അബി ലഹബിൻ, സുവൈബ അബൂ ലഹബിൻ്റെ ഒരു അടിമ സ്ത്രീയായിരുന്നു എന്ന് ആ സുവൈബയെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഉർവത് കൊടുത്തത്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ സ്വപ്നകഥയുണ്ട് എന്ന് ശേഷം അനുബന്ധമായി പറയുകയും ചെയ്തു. ആ കഥ കൊണ്ട് ഇസ്ലാമിൽ ഒരു വിധിയും സ്ഥിരപ്പെടുന്നില്ല, സ്ഥിരപ്പെടുമെന്ന് ഇമാം ബുഖാരി പഠിപ്പിച്ചിട്ടുമില്ല. ഇമാം ബുഖാരി തൻ്റെ അഭിപ്രായമായി ഒരു കാര്യമൊട്ട് പറഞ്ഞിട്ടുമില്ല. നേരെ മറിച്ച് ഉർവയുടെ ഈ വചനം പറഞ്ഞപ്പോൾ ഉർവ പറഞ്ഞ കാര്യം അപ്പടി ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. അത് അബൂലഹബ് പറഞ്ഞു എന്നാണ് ഇതിലുള്ളത്. അത് ഖുർആനെതിരാണ്. എന്നാൽ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് അബൂലഹബിന് ആശ്വാസമില്ല എന്നാണ്. എന്നാൽ അബൂലഹബ് പറഞ്ഞതോ അതെനിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുമാണ്. അത് ഖുർആനെതിരാണ്. ഈ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞാലോ അപ്പോൾ ഖുർആനെതിരല്ലതാനും. അത് മനസ്സിലാക്കണം. നബിതങ്ങൾ പറയാണ് അബൂലഹബിന് ഒരു ആശ്വാസമുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഖുർആനെതിരാകുമോ? ഇല്ല. ഖുർആനിൽ വന്നു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്നാൽ നബിതങ്ങൾ പറഞ്ഞു സങ്കല്പിക്കുക, പറഞ്ഞിട്ടില്ല, സങ്കല്പിക്കുക. അപ്പോൾ അബൂ താലിബിനെ പറ്റി നബിതങ്ങൾ പറഞ്ഞു അബൂ താലിബ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഖുർആനെതിരാണോ? അല്ല. പിന്നെയോ അത് പ്രത്യേകമായി അള്ളാഹു കൊടുത്തൊരു ഇളവായി പരിഗണിക്കാം. പൊതു നിയമത്തിൽ നിന്ന്, പൊതു തത്വത്തിൽ നിന്ന് അവർക്ക് പ്രത്യേകമായി ഇളവ് നൽകിയതാണ് എന്ന് മനസ്സിലാക്കാം നബിതങ്ങൾ പഠിപ്പിച്ചെങ്കിൽ. അബൂ താലിബിനെ പറ്റി നബിതങ്ങൾ പറഞ്ഞു നരകത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ശഫാഅത്ത് കൊണ്ട് ഒരു ആശ്വാസം ലഭിക്കുന്നു, നരകത്തേറ്റവും ചെറിയ ശിക്ഷയിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ അത് ഖുർആനെതിരാകുമോ? ഇല്ല. ഹദീസ് സ്വഹീഹാണ്. അതുകൊണ്ട് ആ ഹദീസ് ഖുർആനെതിരല്ല, ഖുർആൻ വിശദീകരണമാണത്. എന്ന പോലെ അബൂലഹബിൻ്റെ കാര്യത്തിൽ നബിതങ്ങൾ വല്ലതും പറഞ്ഞാൽ അത് ഖുർആനെതിരാവുകയില്ല, അത് ഖുർആനോട് യോജിക്കുന്നതാണ്. എന്നാൽ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, സ്വഹാബിമാർ പറഞ്ഞിട്ടില്ല, സ്ഥിരപ്പെട്ട് എവിടെയും അത് വന്നിട്ടുമില്ല. വന്നതിൽ തന്നെ ഉർവ പറഞ്ഞു എന്നാണ്. അതിൽ തന്നെ ഒരു അഹ്ലിഹി, അബൂലഹബിൻ്റെ ഒരു കുടുംബക്കാരൻ സ്വപ്നം കണ്ടു എന്നാണ് ഉള്ളത്. ആ സ്വപ്നത്തിൽ വന്നത് അബൂലഹബാണ് എന്നിട്ടാണ് പറഞ്ഞത്. അത് യാതൊരു നിലക്കും അതിന് ഹുക്കുമില്ല, അവിടെ അതിൽ വിധിയില്ല, അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ട ബാധ്യതയും ഇല്ല എന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു അഅലം. അസ്സലാമു എൻ്റെ പേര് അബൂബക്കറാണ്, ഞാൻ ഫറോക്കാണ്. എൻ്റെ ചോദ്യവും നബീദിനല്ല, അതിനോട് സാമ്യമുണ്ട്. സലാത്തും കിരുവാണ് എൻ്റെ ചോദ്യം. അനുവദിക്കുമോ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഞാനൊരു 4 കൊല്ലം മുൻപേ ഡയറക്റ്റ് കണ്ടതാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് ഡിസ്പ്ലേ വണ്ടിയിട്ട് വരുമ്പോൾ സലാത്ത് നഗർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ.
10-12 മൊയ്ലാരി വിട്ടുള്ള ഒരു നീല ബക്കറ്റിൻ്റെ മുകളിൽ, ചെറിയൊരു ബക്കറ്റിൻ്റെ മുകളിൽ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ച കറുപ്പിൽ സലാത്ത് വക പിരിവ്. നടന്നു പോകണവരോടും സൈക്കിളിന് പോകണവരോടും മോട്ടോർ സൈക്കിളിന് പോകും ബസ്സുകാരോടും എല്ലാവരോടും. അതിൽ മുസ്ലിങ്ങളും ഉണ്ടല്ലോ പൈസ. അപ്പം റസൂലിൻ്റെ വലിയ മാവ് പറഞ്ഞ ഒരു പിച്ച മലയാളത്തിൽ പച്ച മലയാളത്തിൽ പിച്ചെടുക്കുകയല്ല റോഡിൻ്റെ മുകളിൽ. അതൊന്ന്. രണ്ടാമത് എൻ്റെ പേരൻ്റെ അടുത്ത് എൻ്റെ നാടിൻ്റെ അടുത്തൊരു പള്ളിയിൽ ഞാൻ നിസ്കരിയായപ്പോൾ വെള്ളിയാഴ്ചൻ്റെ കലക്ഷനോട് എഴുതി വെച്ചൊരു ബോർഡിൻ്റെ മുകളിൽ സലാത്ത് വക 1800, പള്ളി പരിപാലന കമ്മിറ്റിക്ക് 1000 റുപ്യ. അപ്പോൾ അവിടുത്തോട് പാടുന്നത് ഹറാമിന് 1800, ഹലാലിന് 1000 ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞ സലാത്തല്ല ആയിക്കോട്ടെ അറിയും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ മാസാന്ത സലാത്ത്, നമ്മളെ വായിലിൻ്റെ അവിടെയൊക്കെ ഒരു മാസാന്ത സലാത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് കൂടി ഒരു മൊത്തം ചോദ്യമാണ്, ഈ റസൂലിൻ്റെ പേരിലൊക്കെ സലാത്തിന് പിരിവെടുത്തിട്ട് ഈ പൈസ കൊണ്ട് ഒരാഴ്ചയിലെ മാസം കൂടി സലാത്ത് ചൊല്ലി അതിലേക്ക് ഈ പൈസ കൊണ്ട് പിരിവുകൊണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ച് ഇതിനൊരു ഒരു ഭാഗം ആ മൊയ്ലാർക്ക് കൊടുക്കില്ല, തലയെ കെട്ടാനൊക്കെ അവൻ ഈ പൈസ കൊണ്ടുപോയിട്ട് ഓൻ്റെ പെണ്ണുകൾക്ക് കൂട്ടൊക്കെ ചലിന് കൊടുക്കുന്നു. ഇത് ഹറാമോ ഹലാൽ? ഇത് കൊടുക്കണ കുറ്റക്കാരനാണോ? സലാത്ത് ചൊല്ലി ഭക്ഷണം കഴിക്കണ കുറ്റക്കാരനാണോ? ഈ മൊയ്ലാർ ചെയ്യണ ഈ പൈസ കുടുംബത്തിൽ കൊടുക്കണേ ഹറാമോ ഹലാലോ? അതിന് മറുപടി മറുപടി അദ്ദേഹത്തെ ദീനിയായ ഒരു ധർമ്മരോഷമാണ് ആ സംശയത്തിൽ നമ്മൾ കാണുന്നത്. അത് പ്രശംസനീയവുമാണ്. പിരിവെടുത്തു എന്നതല്ല അതിലെ കുറ്റം. സ്വാഭാവികമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പിരിവെടുക്കേണ്ടി വരും. നമ്മൾ ഇവിടെയും പിരിവെടുത്തു. ഇപ്പോൾ എടുത്ത ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരിവെടുത്തതല്ലല്ലോ പ്രശ്നം. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സ്വലാത്തുകൾ പിരിവെടുത്തു, ആ പിരിവെടുത്തി നമ്മൾ ആക്ഷേപിക്കില്ല. അതായത് ആ പ്രോഗ്രാം തന്നെ തെറ്റിയതാണെങ്കിലോ പിന്നെ പിരിവേതാൻ തെറ്റി, അസുരനെ പഴിച്ചതാണ്. പിന്നെ അതിൽ സ്ഥാപിതമായ ബാക്കിയെല്ലാം സ്വാഭാവികമായും പൊളിഞ്ഞതായി മാറും. അതാണ് അതിൻ്റെ ബേസ്. സ്വലാത്താവട്ടെ, ദിക്റാവട്ടെ, ദുആ ആവട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ആത്മീയമായ ചൂഷണങ്ങൾ പാടില്ല എന്നാണ് അസുരി. അതിനിപ്പോൾ 5 വക്ത് നിസ്കരിച്ചാണ്ട് പിരിവെടുക്കുകയാണെങ്കിലും ഹുക്കം അങ്ങനെ തന്നെ ആയിരിക്കും. അത് സ്വലാത്തുകൊണ്ട് മാത്രമല്ല, ആത്മീയ ചൂഷണം എന്തിൻ്റെ പേരിൽ വന്നാലും, മതത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ചൂഷണം നടന്നാലും ആ ചൂഷണവും സ്വീകാര്യമല്ല. അത് മുൻഗാമികൾ വലിയ ഗൗരവമായി കണ്ടിട്ടുണ്ട്. ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ നേടാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മുൻഗാമികളുടെ മാതൃക. ദീനിൻ്റെ ആളായിപ്പോയി, ഒരു ആലിമായി അല്ലെങ്കിൽ മതത്തിൻ്റെ സേവകനായി അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം അതവർ ആഗ്രഹിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് പൊതുവേ മുൻഗാമികൾക്ക് പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ കാരണവർ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കച്ചവടമായി മാറി. ദിക്റും ദുആയും സ്വലാത്തും നബി സ്നേഹവും മഹാന്മാരും ഖബറുകളും തുടങ്ങി എല്ലാത്തിനെയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് ചൂഷണോപാധിയായി മാറുന്നുവെന്നത് ഏറെ വേദനയുള്ള കാര്യമാണ്. ഇമാം ദാരിമി റഹിമഹുല്ലാഹ് സുനനു ദാരിമി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മദിയൻ എന്ന നാട്ടിലേക്ക് എത്തിയ കഥ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് 2 പെൺകുട്ടികൾ വെള്ളം കോരി കൊടുത്തതും പിന്നീട് തണലേക്ക് മാറി നിന്നതും, അതിനുശേഷം ആ പെൺകുട്ടികൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, വെള്ളം കോരിത്തന്നതിന് പ്രതിഫലം തരാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പദം ഖുർആൻ ഉപയോഗിച്ചത്. അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ പോയി വീട്ടിൽ ചെന്നു. ആ വാപ്പ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്, എനിക്ക് ആ ഭക്ഷണം വേണ്ടാന്ന്. അപ്പോൾ ഈ വാപ്പ ചോദിച്ചു, എന്താണ് വിശപ്പില്ലേ? വിശപ്പുണ്ട്. പിന്നെ എന്താ ഭക്ഷണം വേണ്ടത്? നിങ്ങളെ മകൾ പറഞ്ഞത് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നതാണ്. ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ. ലാ നബീഉ ശൈഅൻ മിൻ ദീനിനാ ബിമിൽഇൽ അർളി ലഹബ. ഭൂമി നിറയെ സ്വർണം തന്നാലും ദീന് വിൽക്കാത്ത കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ മകളെ സഹായിച്ചതിന് പകരം എനിക്കൊരു ആനുകൂല്യം വേണ്ട. അതാണ് നമ്മുടെ മാതൃക. അപ്പോൾ ആ വാപ്പ പറഞ്ഞു, ഇത് പ്രതിഫലമല്ല. അത് ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പൈതൃകമാണ് ആര് വന്നാലും അതിഥിയായി സ്വീകരിക്കുക, ഭക്ഷണം കൊടുക്കുക, ആ ആതിഥ്യ മര്യാദ പ്രകാരമാണ്. ശരി, എന്നാൽ ഞാൻ കഴിച്ചോളാം. അദ്ദേഹം കഴിച്ചുവെന്നാണ് ഇമാം ദാരിമി സുനൻ ദാരിമി റിപ്പോർട്ട് ചെയ്ത സംഭവം. അപ്പം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ പാടില്ല. അത് സ്വലാത്തിന് ചൊല്ലിയിട്ടാണെങ്കിലും ശരി, ദിക്റിൻ്റെ പേരിലാണെങ്കിലും ശരി, വഴുതു പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഏത് പേര് പറഞ്ഞാലും മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല, സമ്പത്ത് ചൂഷണം ചെയ്താലും
എനർജി ചൂഷണം ചെയ്താലും സമയം ചൂഷണം ചെയ്താലും അതൊക്കെ ഒരർത്ഥത്തിൽ ചൂഷണങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പത്താണെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ ഹലാലായ സമ്പത്തല്ല, സംശയമേതുമില്ല. അത് ഉസ്താദുമാർ ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇനി ആര് ചെയ്താലും അതൊന്നും സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയവുമല്ല. നമ്മുടെ നാടുകളിൽ പൊതുവെ ഇന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞു. മതം എന്നത് കച്ചവട വസ്തുവായി മാറി. മതത്തിൻ്റെ ലേബലിൽ സാധാരണക്കാർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇന്ന് കച്ചവടച്ചരക്കായി വിൽപ്പനച്ചരക്കായി ഇന്ന് മാറിയിരിക്കുന്നു. മതം എന്നത് ഒരു കച്ചവടത്തിന് പറ്റിയ മൂലധനമായി ഏറ്റവും നല്ലൊരു ക്യാപിറ്റലായി ഇന്ന് മാറ്റിക്കഴിഞ്ഞു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം സമ്പാദ്യങ്ങൾ അനുവദനീയമായ സമ്പാദ്യങ്ങളുമല്ല. എന്നാൽ മതത്തിൻ്റെ പേരിൽ മതത്തിനു വേണ്ടിയുള്ള പള്ളി ഉണ്ടാക്കാൻ പിരിവെടുത്തു. അപ്പോഴത്തെ ചോദിക്കുക 5 നിസ്കരിക്കുന്ന പേരിൽ അങ്ങനെ പിരിവുണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ അത് പള്ളി ഉണ്ടാക്കാനാണ്. എന്നാൽ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുകയാണെങ്കിലോ അത് പാടിപ്പം മുടിപ്പള്ളി വന്നു, അത് പള്ളിയില്ല മുടിയില്ലാത്ത കോലത്താണ് പിന്നെ പോയത്, അത് പറ്റൂല. അപ്പോൾ പേര് പള്ളിയാണെങ്കിലും സംഗതി ചൂഷണമായിരുന്നു. മുടി വെക്കാൻ എന്ന് പറഞ്ഞു സംഗതി മൂടി വെക്കാനായിരുന്നു, പക്ഷേ പറഞ്ഞത് മുടി വെക്കാൻ എന്നാണ്. അങ്ങനെ ഒരു പള്ളി അത് പള്ളിയിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ പിരിച്ചാലോ അത് ചൂഷണമാണ് താനും. അങ്ങനെ ഓരോരോ പേരുകളിൽ പള്ളിയായാലും വേണ്ടില്ല, മറ്റെന്തായാലും വേണ്ടില്ല, പൊതുവായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണോപാധിയാക്കി മാറ്റുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ബിദ്അത്തിന്റെ പേരിൽ, ശിർക്കിൻ്റെ പേരിൽ, ഖുറാഫത്തുകളുടെ പേരിൽ, മതമല്ലാത്തവയെ മതമായി അവതരിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ അതെല്ലാം ഈ ഹറാമായ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക. മതത്തിൻ്റെ ഭാഗമായി നമ്മളൊന്നും അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള അനർഹമായ ഒന്നും വന്നു ചേരാതിരിക്കാൻ സംസാരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പടച്ചിറപ്പ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുവാനും ഹലാലു മാത്രം ഭക്ഷിക്കുവാനും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും നമ്മൾ തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഉപജോതി പൈസ കൊടുക്കണ ഹറാമാണോ ഓല് നാളെ അതിന് സമാധാനം പറയണോ? ഇത് പിരിവ് കൊടുക്കുന്നവർ ഇതിന് നാളെ അള്ളാൻ്റെ മുമ്പിൽ സമാധാനം പറയണോ? അതിനൊരു ആൻസർ. രണ്ടാമത് ഒന്ന് പറ, നമ്മുടെ നാട്ടിൽ ദൗവാർ കോളേജ് ഉണ്ടായിരുന്നു, AP-ൻ്റെ ഒരു കോളേജ്. അത് ഉദ്ഘാടനം ചെയ്തത് 5-6 കൊല്ലം മാസാന്ത സ്ഥലത്ത് 1500-1000 സ്ഥിരം മെമ്പർമാരെന്ന് പറഞ്ഞ സ്പീക്കർ കെട്ടിട്ട് മറ്റേ ജീപ്പിൽ തന്നെ വിളിച്ച് പറഞ്ഞ മറ്റേ മുജാഹിദിൻ്റെ പേടി സ്വപ്നവും മറ്റേ AP ആണ് ഇത് നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് അത് വെറുതെ ഒന്ന് പറയാം, അതൊക്കെ സൂചിപ്പിച്ചാണ്. ഇപ്പം ഇല്ല, അത് നിർത്തി. പിന്നെ ഇപ്പം ഇന്ന മെയിൻ ചോദ്യം ഇതിന് പൈസ കൊടുക്കണോ, ഈ പൈസ തിന്നണോലും നാളെ അള്ളാൻ്റെ മുമ്പിൽ സമാധാനം പറയണോ വേണ്ട, അതിന് മറുപടി. തീർച്ചയായും അതിന് പണം കൊടുക്കാൻ പറ്റൂല, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റായ കാര്യങ്ങൾക്ക് ശത്രുപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക്, ശിർക്കായ കാര്യങ്ങൾക്ക്, ബിദ്അത്തായ കാര്യങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക്, അതിൻ്റെ പ്രചാരണങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ പാടില്ല, സമയം ചെലവഴിക്കാൻ പാടില്ല. നമ്മുടെ പണം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും. അതൊക്കെ ഹറാമിന് വേണ്ടി അല്ലെങ്കിൽ ഹറാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പടച്ചറബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും, ഉത്തരം പറയേണ്ടി വരും. ഹലാലായ വഴിക്ക് മാത്രം അല്ലെങ്കിൽ പുണ്യകർമ്മമായ വഴിക്ക് മാത്രം, ചുരുങ്ങിയ പക്ഷം ഹറാമല്ലാത്ത ബിദ്അത്തല്ലാത്ത വഴികളിൽ മാത്രം ചെലവഴിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ആ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരാണ്, അതായത് അബൂലഹബുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതിൽ ജനനത്തിൽ എന്ന് പറഞ്ഞത് അത് നിങ്ങൾ ചിലപ്പം മുജാഹിദിൻ്റെ പുസ്തകം വായിക്കാത്തതുകൊണ്ടായിരിക്കും. അമ്മ ജുസ്ഇന് PK മൂസ മൗലവി ഒക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 227-ാമത്തെ പേജ് നോക്കി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തിൽ എന്ന് മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, PK മൂസ മൗലവി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. മുമ്പ് പറയണത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ അബൂലഹബ് ആഹ്ലാദം കാണിച്ചത് കൊണ്ടും അവർക്ക് ശിക്ഷ അത്രത്തോളം ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതും ഈ അവസരത്തിൽ സ്തുത്യർഹമാണ് എന്ന് പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് 1930 ജനിച്ച ഒരാൾ, ഇപ്പോൾ 2025 ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇപ്പം ഇങ്ങനെ നോക്കുമ്പം സുന്നി മുജാഹിദിൻ്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി
വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് 1955 നവംബറിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം അബ്ദുള്ള കുട്ടി മൗലവിയാണ് എന്ത് ചെയ്തത്, അതിൽ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവലുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം. അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുപ്പാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹിയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്നത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ് സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ 95 വയസ്സായ ആളിങ്ങനെ ചിന്തിക്കുകയാണ് എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക. അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പം എന്തെയാണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്. അത് വിദഗ്ധാണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദഗ്ധാണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് ആഘോഷിക്കണമെന്ന് പണ്ട് പറഞ്ഞല്ലോ. 1950 വായിച്ച്, 55 വായിച്ച്, 59 ഞാൻ വായിച്ച്. അതായത് 95 വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചിന്തിക്കണ്ടാവില്ലേ, എൻ്റെ പണ്ട് കാലത്തുള്ള മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളേനി ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ് ഓല് നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ 1959 വരെ അദ്ദേഹം കാണുന്നത് എന്താണ്, നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ എന്ന് മുതലാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് 1926 സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം, അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റാണ് പറഞ്ഞാൽ മതി. എന്ന് മുതലാണ് 1959 വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഫൈസൽ മൗലവി മറുപടി. 1930 ജനിച്ച ഒരാൾക്ക് ഏതായാലും സംശയം ഉണ്ടാവില്ല. 95 വയസ്സായ മുജാഹിദീങ്ങൾ ആവേശപൂർവ്വം അന്നും ഇന്നും എതിർക്കും നബിദിനാഘോഷത്തിന്. 30-ലും 35 എഴുതിയത് 2025 കട്ട് വായിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതോടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത്. അത് ഞാൻ കളിച്ചോളിക്കും, ഇനി കുറച്ചായിരിക്കും ഒക്കെ എല്ലാം വായിച്ചരാം, എല്ലാ സാധനവും ഒക്കെ വായിച്ചരാം, സ്വസ്ഥമായി ഇരുന്നാൽ മതി. ഇപ്പോൾ 930 അങ്ങനെ എഴുതി, 35 ഇങ്ങനെ എഴുതി, 50 അങ്ങനെ എഴുതി എന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ അയക്കും ഓരോ കഷ്ണങ്ങൾ. എന്നിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കുക, അത് വായിക്കുക, എന്നിട്ട് അപ്പം മുജാഹിദ് എന്താ കാട്ടുക. ഇനി തിരിച്ചാലോചിച്ച് നോക്കുക. 926 സമസ്ത ഉണ്ടാക്കിയപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. 26 വന്ന സുന്നിയും ഇപ്പോഴത്തെ സുന്നിയും തമ്മിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. 26 വന്ന സുന്നിയാളെ എഴുതിയാൽ തന്നെ ഇസ്തിഗാസ പാടില്ല എന്നാ, ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ട്. ഒരു നബിയാകട്ടെ വലിയാകട്ടെ മരമാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറയുകയില്ല എന്നാണ് സമസ്തൻ്റെ അന്നത്തെ സെക്രട്ടറി റഷീദ് മുസ്ലിം മുസ്ലിയാർ എഴുതിയത്. അത് വായിച്ചിട്ട് പോകാൻ നിങ്ങളെ വല്ലിപ്പ ഇപ്പം നിങ്ങളെ വിശ്വാസം പറഞ്ഞാൽ തല്ലിട്ട് നോക്ക്. നിങ്ങളിപ്പോൾ വിശ്വാസം പറഞ്ഞു കൊടുത്താൽ ഇനി അങ്ങനെയൊന്നും പോകണ്ട. ഇപ്പം പേരോട് മുസ്ലിം അടക്കം ഇപ്പം എതിരായില്ല, കൊടുത്ത കഴിവൊന്നും കിട്ടിയില്ലേ. ഇത്രയും കാലം പറഞ്ഞ് കൊടുത്ത കഴിവ് എന്നാണ്. ഇപ്പം സമസ്തൻ്റെ പഴയ വാദം പറയാൻ എന്ത് പറഞ്ഞാലും നൗഷാദ് മുസ്ലിം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വിട്ടുകഴിഞ്ഞ്. ഇപ്പം കൊടുത്ത കഴിവ് പറയാൻ പറ്റില്ല എന്ന്, ഞാൻ കൊടുത്ത കഴിവ് പരിധി വെക്കണം എന്നെടുത്തായി. അതിപ്പോൾ എന്ന് മുതലാ വെച്ചാലോ, അത് എന്ന് മുതലാ പ്രശ്നം വന്നത്? പണ്ട് പറഞ്ഞാൽ ഹിസാബിന് ആയത്തോതിട്ടാ പറഞ്ഞത്, കണക്കില്ലാതെ കൊടുക്കും, അതുകൊണ്ട് കൊടുത്ത കഴിവിന് സഹായിക്കുന്നതാണ്. പിന്നെ സി എം അടവിന് കഴിവാണ് കൊടുത്ത് പിടുത്തം വിട്ടപ്പോൾ ഇപ്പോൾ നിവൃത്തിയില്ല. ആകാശം ഭൂമി മുഴുവൻ മൂപ്പര കയ്യിലായപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഉത്തരമില്ലാതായപ്പോഴാണ് ഇപ്പോൾ ചില മനുഷ്യന്മാർ അങ്ങനെ പറയാൻ പറ്റൂല, കൊടുത്ത കഴിവ് അങ്ങനെ പരിധിയില്ലാതെ കൊടുത്താൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്ത കഴിവിന് പരിധി വെച്ചത്. കറാമത്തെ മുഴുവത്തിന് വരെ ഇപ്പോൾ പരിധി വെച്ചു.
അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല പറയാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത പറയാൻ പാടില്ല എന്ന് പേരോട് മുസ്ലിം അലവി സഖാഫിയും പ്രസംഗിക്കുന്നതിലേക്ക് ഒരേ മനുഷ്യന്മാരെത്തിയില്ലേ. 1930 ജനിച്ചവനും 2025 ജനിച്ചവനും തമ്മിലല്ല, ഒരേ മനുഷ്യന്മാരാണ്. ഒരേ പ്രസംഗം ഒരേ മനുഷ്യൻ രണ്ടും വരുന്നത്. പേരോട് മുസ്ലിം പഴയ പ്രസംഗം പുതിയ പ്രസംഗം കൂടി നൗഷാദ് മുസ്ലിം ക്ലിപ്പ് അത് കേട്ടാൽ മതി. മുപ്പത് ഒരു പ്രസംഗം കേട്ടു നോക്കി, പേരോടിൻ്റെ 10 ക്ലിപ്പേ ഉണ്ടാവും. പേരോട് പണ്ടെന്നല്ല ഒരു 4-5 കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം അതാ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ 30, 40, 50 കട വെക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരെവിടെ എഴുതിയാലും അത് പ്രമാണക്ക് യോജിക്കുന്നില്ല. അൽമനാറിൽ വന്നാലും വേണ്ടില്ല, എവിടെ വന്നാലും വേണ്ടില്ല, അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ. പണ്ട് APD പറയുന്നുണ്ട്, ഒരു ആവറേജ് ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ, അല്ലാത്ത മുജാഹിദ് ആവില്ല. അൽമനാറിൽ വന്നാൽ സമീന വാത്വഴന അത് മുജാഹിദിൻ്റെ നിലപാടല്ല. എവിടെ വന്നാലും നേർപ്പത്തിൽ പറഞ്ഞാലും എവിടെ എഴുതിയാലും, നീ ഇവിടെ പറഞ്ഞാലും ശരി, ഇവിടെ പ്രസംഗ മധ്യ വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ ഈ നാടന്മാർ എടുക്കാൻ പറയും, അത് ശരിയില്ല, ഒട്ടങ്ങളെ പറഞ്ഞാൽ ശരിയില്ല എന്ന് പറയും. അതാണ് മുജാഹിദ് എന്ന്. ജിഹാദ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മുക്കല്ലിദീങ്ങളല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. എന്നാൽ അതെന്നെ മുഴുവൻ വായിച്ചാലോ, അത് കംപ്ലീറ്റ് ആണ് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൗലീദും അതും യാതൊരു ബന്ധം ഉണ്ടാവില്ല. കുറച്ച് ഭാഗം ഒരു പക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയാനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പുള്ള അടക്കം 1930 ജനിച്ച മനുഷ്യല്ലേ, 30 അറിഞ്ഞാൽ അത് മുസ്ലിം ഞാൻ കാണിച്ചു തരാം. അതിൽ ജനിച്ച തന്നെ ആയിക്കോട്ടെ, ഞാൻ ആയിക്കോ, പിന്നെ 50 20 വയസ്സായില്ലേ, അതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ. അവിടെ മുതൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ മൗലീദും അതൊന്നും യാതൊരു ബന്ധമില്ല. 2 ലേഖനങ്ങളാണ്. ഒന്ന് താരീഖുൽ മൗലിദി വഹുക്മുഹു എന്ന ഒരു ലേഖനം, മറ്റൊന്ന് തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ എന്ന ലേഖനം. ഇതാണ് അതിൻ്റെ ഒക്കെ അസ്ലി. ഞാൻ അൽമനാറിൽ വന്നാലും അതിനപ്പുറത്തെ അൻസാരി സ്പെഷ്യൽ പതിപ്പിൽ വന്നാലും അല്ലാത്ത ഏതിൽ വന്നാലും അതിനെല്ലാം അടിസ്ഥാനം ഇതാണ്. അവിടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവായി പരാമർശിക്കുന്നുണ്ട്. ശരിയാണ്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതിനെ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആണെന്ന് തുന്നിതരായി ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കാൻ പറ്റിയ ചില വാചകമായിട്ടുണ്ട്. ശരി തന്നെയാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അപ്പം നബി ജനിച്ചതാണ്, നബിയുടെ പ്രബോധനം, നബിയുടെ ദൗത്യം, നബിതങ്ങൾ വന്നിട്ട് നാട്ടിൽ ചെയ്ത സേവനങ്ങൾ, നബിതങ്ങളുടെ പ്രബോധനത്തിൻ്റെ അസുല് തൗഹീദ്, ഇതൊക്കെ അവിടെ പറഞ്ഞു. നബിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇന്ന് നടക്കുന്ന മൗലിദ് സദസ്സും പറഞ്ഞു. ഇതിനുശേഷം പറയാണ്, ഈ മജ്ലിസിൽ മൗലിദിൽ അഥവാ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം. മൗലിദ് സദസ്സിലെ ആലിമീങ്ങൾ കൂടിയിരിക്കണം എന്നാണ്. ബാക്കി വായിക്ക് മനസ്സിലാവും. അവരുടെ ഉപദേശങ്ങൾ മുറക്ക് നടക്കണം. മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം. അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട യാതൊന്നും അവർ പറയുകയില്ല. കള്ളക്കഥകളും ഉറപ്പില്ലാത്ത റിവായത്തുകളും അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല. ശരിയായ ആലിമുൽ ഹക്കിനറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കളവ് പറയുന്നത് മൂബിക്കാത്തിൽപ്പെട്ടതാണെന്ന്, ദീനിൽ അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന്, ദഈഫ് സ്വഹീഹാണെന്ന് പറയൽ കുറ്റകരമാണെന്ന്, ആഖിറത്തിലേക്ക് വെടികാട്ടുന്ന സ്വാലിഹായ ആലിമ് ജനങ്ങളെ വഞ്ചിക്കുകയില്ല എന്ന് പറഞ്ഞ ആലിമികൾ ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ ഇന്നത്തെ നില പരിതാപകരമാകുന്നു. 1936 ഇന്നത്തെ നില പരിതാപകരമാകുന്നു. നമ്മുടെ ആലിമുകൾ വിവരമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. വിവരമുള്ളവർ ദീനിനെപ്പറ്റി ഭയമില്ലാത്തവരായും ചമഞ്ഞിരിക്കുന്നു. ഇത് കാരണത്താൽ ജനങ്ങളുടെ സ്വാധീനം ലഭിക്കുവാനായി ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ലെന്നും പറഞ്ഞ് ജനങ്ങളെ വഴിപഴിപ്പിക്കുന്നു. ആലിമുകൾ ഈ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ഭാവിയിൽ ഇസ്ലാമിനെ പറ്റി പേടിയുള്ളവർ ഉണ്ടായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത ഭാവിയാണ്, ആ ഭാവിയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പറയാം, ഇസ്ലാം ദീനിൻ്റെ മൂലതത്വം ഗുരുവിൻ്റെ വാക്കുകളെ പിഴവാണെങ്കിലും അന്ധമായി സഹായിക്കുക എന്നതല്ല. മഴസൂമല്ലാത്ത ആരിലും പിഴവ് വരാമെന്നും, എന്നാൽ അത്തരം വല്ല പിശകും ഗുരുവിലോ അതിനേക്കാൾ വലിയ ഒരാളിലോ വന്ന് വശമായി കണ്ടാൽ അത് തിരുത്തി സത്യം വെളിപ്പെടുത്തി ഇസ്ലാമിൻ്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നതാണ്. ഇതാണ് അസുര്. കണ്ടോ, ഇതാണ് മുജാഹിദ് എന്നും പഠിപ്പിച്ച അസുര്. ഗുരുവായിട്ട് അതിനേക്കാളും വലിയ ആളാവട്ടെ ആര് പറഞ്ഞാലും അബദ്ധമാണോ പിഴവാണോ അത് സ്വീകരിക്കേണ്ട കാര്യമില്ല, അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് അന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ രംഗത്തിനും ബാധകമാണ്. എന്നിട്ട് പറയാം, നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിധി കൃത്യമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ
നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരുപക്ഷെ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുമതിയാകുന്നു. അവർ സ്വഹീഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബാണ് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരുന്നത്. അതവർ ചെയ്തില്ല. ദഈഫും മൗദൂആത്തും തരപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അതും അവർ ചെയ്തില്ല. ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല, നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നതെന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. അങ്ങനെ ധാരാളം ആലിമുകളെ പറ്റി പറയാണ്. ഇതിന് ശേഷം പറയാം, നമ്മുടെ ആലിമുകൾ എന്ത് ചെയ്യട്ടെ? നമ്മുടെ ആലിമുകൾ വഴിപഴിച്ചു പോയി. ഇനി അള്ളാഹു തന്നെ അവരെ നേർമാർഗത്തിലാക്കണം, അവർക്ക് സൽബുദ്ധി നൽകണം. എന്നിട്ട് അതിനു വേണ്ടി പിന്നെ ദുആ ചെയ്യുകയാണ്. ആലിമുകൾ നന്നാകാനും സൽബുദ്ധി കിട്ടാനും വേണ്ടി പിന്നെ ദുആ ചെയ്യാം. എന്നിട്ട് നോക്കാം, നമുക്ക് നമ്മുടെ മൗലിദ് കിതാബിനെ പറ്റി ചുരുങ്ങിയൊരു നിരൂപണം നടത്താം. ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്നും അതിൽ വിളിച്ച യാതൊരു റിവായത്തും സ്വഹീഹല്ല എന്ന് ഗ്രഹിച്ചിരിക്കുമല്ലോ. എന്നാൽ ഇതിൻ്റെ അർത്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ട്, ആമിന ബീവി ഉമ്മയാണ്, അബ്ദുള്ള വാപ്പയാണ്, ഹലീമ ബീവി മുല കൊടുത്തിട്ടുണ്ട് എന്നീ ഓരോന്നെടുത്ത് ഇതെല്ലാം കളവാണോ എന്ന് മുട്ടുചോദ്യം ചെയ്ത് സംതൃപ്തി അടയുന്ന മാതിരിയല്ല. ഇത്തരം ചില ചോദ്യങ്ങൾ കുബുദ്ധികളായ ചില മുസ്ലിയാക്കന്മാർ ചെയ്തേക്കാം. എന്നാൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില കള്ളഭാഗങ്ങളും ഉൾക്കൊണ്ടിരിക്കുമെന്ന അർത്ഥത്തിലാകുന്നു. മങ്കൂസിൽ ഉള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന ബീവി മലക്കളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ്, ഇതെല്ലാം ദഈഫാകുന്നു. ചിലത് മൗദൂഉമാകുന്നു. കഅബുൽ അഹ്ബാന്റെ ഹദീസ് മൗദൂ ആകുന്നു. വറുവിയ അന്ന ആമിന റഅത്ത് എന്ന റിവായത്ത് മൗദൂ ആകുന്നു. ഫാരിസിലെ തീ കെട്ട വിവരം മൗദൂ ആകുന്നു. യഹ്യ ഇബ്നു ഉർവത്തിന്റെ പ്രസ്താവന ദഈഫാകുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസിന്റെയും അങ്ങനെ തന്നെ. ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവനയും ദഈഫാകുന്നു. എന്നാൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിത്താനിനായി വിളിച്ചുകൂട്ടിയ സദസ്സായിരുന്നു എന്നത് അല്പം നന്നു. ആ വിധത്തിൽ ഹാക്കിം വിവരിച്ചിട്ടുണ്ട്. ഫലമ്മാ കാന വഖ്തു ദുഹൂരിഹി എന്നത് മൗദൂ ആകുന്നു. അലി ഇബ്നു സയ്യിദിന്റെ കഥ ശരിയോ തെറ്റോ നമുക്ക് തീരുമാനിക്കാവുന്നതല്ല. അദ്ദേഹം സംഭവം ആരോട് പറഞ്ഞു എന്ന് നോക്കേണ്ടതുണ്ട്. ഇനി മങ്കൂസിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്, അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന്, അത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്ന്. അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ആലിമല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെര്യപ്പെടുത്തണം. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കഷമായി പരിശോധിക്കാം. അവ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ? ഇല്ല. മറ്റു സിഹായികളിൽ ഉണ്ടോ? അതിലുമില്ല. ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ദഈഫുമാകുന്നു. അവകളിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അവകളിൽ കാണിച്ച ദഈഫായ അഥവാ മൗദൂആയ റിവായത്തിൽ മിക്കതും ദലായിലുൻ നുബുവ, ഖസായിസുൻ നുബുവ, അൽ ഹസൻ നുബത്തുൽ കുബ്ര സുയൂത്തി, കിതാബ് ഇബ്നു അസാക്കിർ, കൻസുൽ ഉമ്മാൽ മുതലായ കിതാബിൽ ഉള്ളതാകുന്നു. പിന്നെ ആ കിതാബിനെ പറ്റി പറയാണ്, എന്താ അതിൻ്റെ പിന്നെ വശം എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ മൗലിദും ഇങ്ങനെ കീറിപ്പൊടിക്കുക അദ്ദേഹം. എന്നിട്ട് അവസാനം പറയാണ്, ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളായി കാണാം. എല്ലാറ്റിൻ്റെയും അടി ഒന്ന് തന്നെ. ഇതാണ് 1936 പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് ജനിച്ച മുജാഹിദ് നല്ല ബോധം ഉണ്ടാവും. ഒരു ബേജാറ് ഓൻ്റെ കാര്യത്തിൽ വേണ്ട. ഈ ലേഖനം വായിച്ചൊരു മുജാഹിദ് മങ്കൂസ് ഓതാനും വരൂല, മൗലിദ് കിതാബ് കണ്ട അപ്പ കല്ലെടുത്തത്. ആ കോലത്തിൽ അന്ന് ഓലക്ക മുജാഹിദ് ആയത്. അന്ന് ഓലക്ക മുജാഹിദായി ദീപനാണല്ലോ. അല്ല, അന്ന് മുജാഹിദായ മുജാഹിദുകളൊക്കെ പടപടെ നബിദിനം ആഘോഷിക്കുന്നു അല്ലല്ലോ. ഈ വക ലേഖനം വായിച്ചിട്ടാണ് ഓലക്ക മുജാഹിദായത്. എന്നിട്ടാണ് അവരൊക്കെ മൗലിദ് കിതാബ് അന്ന് ചുട്ടരിച്ച് കളഞ്ഞത്, അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. 95 വയസ്സായ മുജാഹിദാണെങ്കിൽ നമ്മളെക്കാൾ ആവേശത്തിൽ പോകണ്ട ഉപ്പതിൽ എതിർക്കാൻ. അല്ല, ആ കാര്യത്തിൽ ബേജാറ് വേണ്ട. പക്ഷേ ഇപ്പം നല്ല ചിന്തിക്കാൻ തൻ്റെ ഇടമുള്ള ഈ നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ ഈ ശിർക്കും ഖുറാഫാത്തും കൊണ്ട് നടക്കല്. 95 വയസ്സായിട്ട് പിന്നെ അന്ന് ആലോചിച്ചത് കാര്യം ഉണ്ടാവില്ല. അപ്പം മാറാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് യുവത്വമുണ്ട്, ആരോഗ്യമുണ്ട്, ചിന്തിക്കാൻ ശേഷിയുണ്ട്. ഇപ്പം ചിന്തിക്കുക, എന്തിനാ പഠിച്ചോനെ ഈ വക ഖുറാഫാത്തിന് ഇനി ഞാൻ അയക്കാം. അന്ന് വരെ മുജാഹിദ് വരെ എഴുതി ഇതാണ് മങ്കൂസ് ഉള്ളത്. ഇതല്ലാന്ന് നിങ്ങൾക്ക് വാദമില്ലല്ലോ. മങ്കൂസിലേക്ക് ഇറങ്ങിയാൽ, സലഫ്നാമിലേക്ക് ഇറങ്ങിയാൽ, മൗലിദ് കിതാബിലേക്ക് ഇറങ്ങിയാൽ ഇത് തന്നെ ഉള്ളതെന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം അവസാനം പറഞ്ഞത്, ഈ ഹദീസിലൊക്കെ വന്ന ഈ കള്ളത്തരങ്ങൾ, ഈ മൗദൂഉൻ ദഈഫുമായി വന്ന ഈ ഹദീസിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളായി കാണാം. എല്ലാത്തിൻ്റെയും അടി ഒന്ന് തന്നെ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒന്നാണ്. ഈ കള്ളക്കഥ എല്ലാത്തിനും ഉള്ളത്. അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓല് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ശരിയാണ്. അതെന്താ? നമ്മളിന്ന് ഈ മുഖാമുഖം വെക്കണ പോലെ ഓല് അന്നൊരു പരിപാടി വെച്ചു, നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിക്കാൻ. അതിനവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു. അത് ശരിയാണ്. ആ കാലത്ത് ഓരങ്ങനെ നബിദിനാഘോഷം എന്ന് പേരിട്ടു. അങ്ങനെ അപ്പോഴെ നിങ്ങളെ പോലത്തെ വരുള്ളൂ.
അതുകൊണ്ടായിരിക്കണം അല്ലാഹു അഅലം. എന്നിട്ട് അവിടെ നബിനെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു. ഇതൊന്നുമല്ല വായിക്കേണ്ടത്, ഇങ്ങനൊന്നല്ല വേണ്ടത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൗലിദ് കിതാബൊക്കെ കള്ളക്കഥയാണ്, ഇതൊന്നും ഓതി പരലോകം കളയണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൗലിദ് സദസ്സിൽ പങ്കെടുത്ത പലരും മുജാഹിദായി മാറി. അത് അന്നോൾ ചെയ്തതാണ്. അതൊരു പക്ഷേ നമുക്കത് അങ്ങനെ വേണ്ടില്ല എന്നുമാണ് ഇപ്പോൾ പറഞ്ഞ അർത്ഥമില്ലല്ലോ, അത് കഴിഞ്ഞു പോയി. ഏതായിരുന്നാലും ഇത് സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ ഇത് ഖുർആൻ തെളിവുണ്ട് എന്നോ ഇത് ഹദീസ് തെളിവുണ്ട് എന്നോ ഇത് സ്വഹാബികൾ ചെയ്തുവെന്നോ താബിഈങ്ങൾ ചെയ്തുവെന്നോ എന്നൊന്നും ഒരു മുജാഹിദും ഒരു കാലത്തും എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയോടത്തൊക്കെ അത് വ്യക്തമായി പറഞ്ഞിട്ട് അത് രണ്ടാമത്തെ ലേഖനം താരീഖുൽ മൗലിദി വഹുക്കുമുഹു. അവിടെ താരീഖുൽ മൗലിദിൻ്റെ താരീഖ് പറഞ്ഞു എന്ന് മുതലുണ്ടായി എന്ന് പറഞ്ഞിട്ട് കണ്ടോ. തുടക്കം തന്നെ ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇർബദിലെ രാജാവായിരുന്ന അൽ മലിക്കുൽ മുഅല്ലം മുളഫറുദ്ദീൻ അബൂ സഈദ് അബുൽ ഹസൻ റഹിമുല്ലാ അവർകളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹം 586-ൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അൽ ഫാത്തിഹു സാനി ബൈത്തുൽ മുഖദ്ദിസ് റഹിമുല്ലാ അവർകളാൽ ഇർബദിലെ അധികാരസ്ഥാനം നിശ്ചയിക്കപ്പെടുകയും 630 മരിക്കുകയും ചെയ്തു. അപ്പം മൂപ്പരാണ് ആദ്യം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാം, എന്നിട്ട് പിന്നെ മൂപ്പരെ കുറിച്ച് പറഞ്ഞു. നബി തങ്ങളുടെ മൗലിദിനായി മൂപ്പർ ചെലവഴിച്ച കുറേ പണവും സമ്പത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലത്താകട്ടെ ഏറ്റവും ഖൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായ മുജ്തഹിദുകളാണെന്ന് സമ്മതിച്ചിട്ടുള്ളവർ അഹ്ലുസുന്നത്ത് ഇമാമിങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി മൗലിദ് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. കണ്ടോ, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, ഉത്തമമായ 3 നൂറ്റാണ്ടിലില്ല, അയിമ്മത്തുൽ അർബഈ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് അവരുടെ കാലത്തുമില്ല എന്ന് മനസ്സിലായല്ലോ. എന്ന ഇപ്പോൾ അന്നതില്ല. എന്നിട്ട് പറയാം, അടുത്ത പേജ് കാണിക്ക്. ഇപ്പോൾ മശ്രിഖിലും മഗ്രിബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൗലിദ് കഴിക്കുക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വെച്ച് മൗലിദ് ഓതുവാനായി അവർ യോഗം കൂടുന്നു. ചില അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലിദ് കഴിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല. എന്നിട്ട് പിന്നെ ഹുക്മുൽ മൗലിദി, ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാഉ ശറഅ് പറഞ്ഞിട്ടുള്ള ഹുക്മ് എന്താണെന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ച എല്ലാം വിവരിക്കുകയാണ്. ഇതാണ് അന്ന് എഴുതി വെച്ചത്. അപ്പോൾ അതൊക്കെ നേരെ കംപ്ലീറ്റ് ആണ് വിഴുങ്ങിയിട്ട് അതിന് എവിടെയെങ്കിലും കഷ്ടെടുത്തിട്ട് അവിടെ ഇങ്ങനെ വാചകം ഉണ്ടല്ലോ, നബിദിനെ ആഘോഷിച്ചു എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കൊണ്ടാടിയെന്നുണ്ടല്ലോ, അയിമ കൊണ്ടാടാൻ നിൽക്കണ്ട. അവിടെ മുജാഹിദിന് സംശയമില്ല. മറുവശത്ത് ഈ വകത് ബിദഅത്താണ് ഇപ്പം എല്ലാവർക്കും, നിങ്ങൾക്ക് പറയാം, നമുക്കറിയാം, നിങ്ങൾക്ക് സംശയമില്ലല്ലോ. നബി ചെയ്തിട്ടില്ല, സ്വഹാബകൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആർക്കാ തർക്കമുള്ളത്? 4 മദ്ഹബിനെ ഇമാമിക്ക് പരിചയമില്ല എന്ന് ആർക്കും തർക്കമില്ലല്ലോ. പണ്ടൊക്കെ റബീഉൽ അവ്വൽ മാസം വന്ന എല്ലാ സ്ഥലത്തും ബോർഡ് ചെയ്യുന്നു. ഹസൻ ബസ്രി പറഞ്ഞു, ഇബ്രാഹിം നഖഈ പറഞ്ഞു, അതേപോലെ അബൂ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഇതിൻ്റെ മഹത്വം ഇപ്പം അതില്ല, അപ്പം അതൊക്കെ പോയി. അപ്പം പേരോട് മുസ്ലിം പറഞ്ഞു അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കിതാബിനില്ല നമുക്ക് പറഞ്ഞത്. അത് പറയുന്ന കിതാബിന് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പിന്നെ എന്തിനാണെന്നും ഇല്ലാത്ത അവർക്കൊന്നും അറിയാത്തത് പിൽക്കാലത്ത് ഉണ്ടായത് ഷിയാക്കൾ ഉണ്ടാക്കിയത്, പിന്നെ 600 ജീവിച്ച മുദഫർ രാജാവ് രണ്ടാമത് പുനരാരംഭിച്ചത് എന്തിനാണ്? നമ്മളതിന് ന്യായം പറഞ്ഞിട്ട് എന്നാലും ഇപ്പം നല്ലതല്ലേ, എന്നാലും അങ്ങനല്ലേ, പണ്ടിങ്ങനെ എഴുതിയില്ലേ, അതിന് മുമ്പ് അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പോകുന്നത്? ആ എഴുതിയോടത്ത് എവിടെയും നബിയും സഹാബത്തും ചെയ്തുവെന്നോ താബിഈങ്ങൾ അത് പഠിച്ചുവെന്നോ മദ്ഹബിലെ ഇമാമിങ്ങൾ പോലും ചെയ്തുവെന്നോ ഒരാളും എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അസുലിലേക്ക് മടങ്ങാം. നബി തങ്ങളുടെ മാതൃക എന്താണോ, സ്വഹാബത്ത് നബീന് പഠിച്ച ദീൻ എന്താണോ, ആ സ്വഹാബത്തിൻ്റെ താബിഈങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങിയ മതം എന്താണോ അതിലേക്ക് മടങ്ങാം. അതാണ് ഏറ്റവും ഖൈറ്. അതിനുവേണ്ടി പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിലേക്ക് സുപ്രധാനമായ 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ മുറി വാക്കുകൾ വായിക്കുമ്പോൾ സമസ്തയിലെ സാധാരണക്കാർ വിചാരിച്ചു പോകും ഇവർക്ക് ഒന്നിലും നിലപാടില്ല, ഇങ്ങനെ ഓരോ സമയത്ത് തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന രീതിയാണ് എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇതിവിടെ ഒരു മീലാദ് ആഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ സമസ്ത ഇപ്പോൾ ഏത് രൂപത്തിലാണ് എന്ന് സാധാരണക്കാർ ശരിക്കറിയണം. അഥവാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപകനാണ്, അതവർക്ക് സംശയമില്ലാത്ത കാര്യമാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുതുബിയത്തുണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി എഴുതിയ കുതുബിയത്ത്. അത് ഇപ്പോഴും പുതിയ പുസ്തകം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബാസിത്ത് ഹുദവി ഇറക്കിയ പുസ്തകത്തിൻ്റെ ചട്ട, ആ പുസ്തകം കയ്യിലുണ്ട്.
അപ്പോൾ ആ കുത്തുബിയത്തിലുള്ള ഒരു സംഗതിയാണ്, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദ് മരണപ്പെട്ടപ്പോൾ ആ മുരീദിൻ്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ കൊട്ടയിലുള്ള മൊത്തം റൂഹിനെയും തട്ടിയ ഒരു കഥ ഉണ്ട്. ആ കഥ പിന്നീട് പുതിയ മൊഹീദ്ദീൻ മാല, പൊന്നാനിയിലെ ഒരു മുസ്ലിയാർ എഴുതിയ പുതിയ മൊഹീദ്ദീൻ മാലയിൽ അതേ കഥ വീണ്ടും കൊടുത്തു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം, അപ്പം എന്താണ് ആ കഥക്ക് കുഴപ്പം, അതൊക്കെ ഔലിയാക്കൾക്ക് കഴിയുന്ന കാര്യമല്ലേ എന്നാണ്. ഈ അടുത്ത് അലവി സഖാഫിയോട് ഒരു മുഖാമുഖത്തിൽ ചോദിച്ചു, ഇങ്ങനെ കൊട്ട തട്ടിയ കഥ പാങ്ങിലിൻ്റെ കുത്തുബിയത്തിലുണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല, ആ കുത്തുബിയത്ത് കാണിച്ചു തരാം. മിണ്ടാട്ടല്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? ഒരു വിശ്വാസമല്ലേ? എന്തേ ആ കുത്തുബിയത്തിലെ കൊട്ട കത്തിയ കഥ പാങ്ങിലിനെ തള്ളുവോ? ഞങ്ങൾ ചോദിക്കുകയാണ്, പാങ്ങിലിനെ തള്ളുവോ? സ്ഥാപക നേതാവല്ലേ? തീർന്നില്ല. ഇവിടെ മഞ്ചേരി, പിന്നെ ഏതാണ് ചാറോ, തൃപ്പനച്ചി, കീഴ്ശ്ശേരി തൃപ്പനച്ചിൽ ഔലിയായി രാജകിളി തൃപ്പനച്ചി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുസ്ലിയാരുടെ വലിയൊരു പുസ്തകം, പോരിശ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലുള്ള കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ ജാറ നിർമ്മാണത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ടാൽ സഫാ മറുവക്കിടയിൽ ഓടിയതിൻ്റെ കൂലിയാണ്, ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് എന്ന് പറഞ്ഞ് EK വിഭാഗ സമസ്തയിലെ പ്രധാന മുസ്ലിയാക്കന്മാരുടെ അവതാരികയോടുകൂടി ഇന്നും ആ പുസ്തകം വിറ്റുകൊണ്ടിരിക്കുകയാണ്. പേരോട് മുസ്ലിയാർ പരസ്യമായി ചോദിക്കുന്നു, ഏത് തങ്ങൾ എഴുതിയാലും ഏത് മുസ്ലിയാർ അവതാരിക കൊടുത്താലും അതൊന്നും അംഗീകരിക്കാനാവൂല. ഇവർ പറയും സമസ്ത മുഴുവൻ ഒരാശയത്തിലാണ്, ആശയപരമായി ഒറ്റക്കെട്ടാണ്, സംഘടനാപരമായ പ്രശ്നമുള്ളൂ. എന്താ നിങ്ങളുടെ നിലപാടുകൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കി. ഈ മുറി വാക്കുകൾ കൊടുത്തിട്ട് അഖിലുസുന്നയെ വേട്ടയാടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, ഇനിയിപ്പോൾ സമസ്തയിൽ തല പുകഞ്ഞ് ആകെ കത്തി നിൽക്കുന്ന ചർച്ച എന്താ അറിയോ? യാ ഹുസൈൻ, യാ ഹസൻ, യാ അലി, യാ ഫാത്തിമ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലേന്നാണ്. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ കെൻസുൽ ഇബാദ് തള്ളുവോ? ആ കെൻസുൽ ഇബാദിലെ തവസ്സുൽ ബൈത്തില്ലേ? യാ ഹസൻ, യാ ഹുസൈൻ, യാ അലി, യാ ഫാത്തിമ ഇല്ലേ? എന്തേ പേരോട് മുസ്ലിയാർ പിന്നെ നിലപാട് പറയാറ് നടക്കുന്നത്? അപ്പം നിങ്ങളെ കൂട്ടത്തിലെ വിശ്വാസം ഒരു നൂറ്റാണ്ടായപ്പോക്ക് തകർന്ന് തരിപ്പണാകുകയാണ്. അതിന് അഹ്ലുസുന്നയെ കുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ കാര്യമില്ല. നിങ്ങളെപ്പോലത്തെ ആളുകൾ രാവും പകലും ഇതിന് നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം. അതിനാണ് ഗുണകാംക്ഷയോടെ ഈ കാര്യം പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ആവാ മുഹദിസാ, പുത്തനാചാരത്തിന് അഭയം കൊടുത്താൽ അള്ളാന്റെ ശാപമുണ്ട്. അതിൻ്റെ ഷറഹെന്താ? പുത്തനാചാരത്തിന് വേണ്ടി തർക്കിക്കുക, അതിനുവേണ്ടി അഭയം കൊടുക്കുക, ഇങ്ങനത്തെ മുറി വാക്കുകളും മറ്റും വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തെറ്റിദ്ധാരണ പരത്തുക, അള്ളാന്റെ ശാപം കിട്ടുന്ന ഒരു പണിയാണ്. അത് മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായി പഠിക്കണമെന്ന മനസ്സോടുകൂടി വരികയാണെങ്കിൽ ഷിർക്കിന്നും അന്ധവിശ്വാസത്തിനും മുക്തമായിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നല്ല നിലക്ക് വിചാരണ നേരിട്ട് ആട്ടി അകറ്റപ്പെടാത്തവരിൽ പിന്നെ പെട്ട് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പേര് ഹംസ, ചങ്ങരകളടുത്ത് ചെറുവല്ലൂരിന്നാണ്. അഫ്ളലാക്കപ്പെട്ട 4 മാസം അതിൽ റബിയുൽ അവ്വൽ ഉണ്ടെന്നാണ് മൗലവി പറയുന്നത്. ഇത് ദുൽഹജ്ജ മാസത്തിനേക്കാൾ അഫ്ളലാണെന്ന് മൗലവി പറഞ്ഞത്. ചങ്ങരകുളത്ത് നടക്കുന്ന ഒരു പ്രമുഖ ഹജ്ജ് ഗ്രൂപ്പിലുള്ള അയാൾ ഹജ്ജിന് പെണ്ണുങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞതാണ്. അത് ചോദിച്ചാൽ ചെന്നപ്പോൾ അതിന് പറഞ്ഞു ഇവിടെ ചോദിക്കാൻ പറ്റില്ല, അത് നിങ്ങളവിടെ പറഞ്ഞാൽ മതി അറിയും. അപ്പോൾ ഏതാണ് അഫ്ളലായ 4 മാസം അതൊന്ന് പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ഈ ലോകം ഉണ്ടാക്കിയ അന്ന് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളാണുള്ളത്. ഫിഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ അത് പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാണെന്നാണ്. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മറുപടി പറഞ്ഞതാണ്. അതായത് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം ഈ 3 മാസങ്ങളും പിന്നീട് റജബുമാണ് ആ 4 മാസങ്ങൾ എന്നുള്ളതാണ്. അതാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ റമദാൻ മാസത്തിന് അതിൻ്റേതായ പ്രത്യേകതകൾ വേറെ വന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതല്ലാതെ റബീഉൽ അവ്വലിന് പ്രത്യേകമായി കൊണ്ടൊരു പ്രത്യേകത മാസങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം സ്ഥിരപ്പെട്ടു വന്നതായിക്കൊണ്ട് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മുസ്ലിയാക്കന്മാർക്ക് ഇതിനൊന്നും എന്ത് വേണ്ട,
തെളിവ് വേണ്ട എന്നുള്ളതാണ്. അവർക്ക് ഇപ്പം ഇത് ഇന്നത്തെ ഈ നേരം ഇപ്പം പോരിശമാക്കപ്പെട്ടതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പ്രഖ്യാപിക്കും. അതിനെന്താ തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ തസവൂഫിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ സൂഫിയത്തിൽ ഒരു 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 മർത്തബി കണ്ടെത്തി കഴിഞ്ഞാൽ ഹദ്ദസനി കൽബി അൻ റബ്ബി, എൻ്റെ മനസ്സ് പടച്ചോൻ്റെ അടുത്തുനിന്ന് പറഞ്ഞതാണ്, പടച്ചോൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റേ ഷെയ്ഖ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാകാൻ ഇപ്പോൾ വിഷയമുള്ളൂ. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഇപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള വീട് പണി തീരാത്ത വീട് റബിയുൽ അവ്വലിന് എന്നൊക്കെ ഇരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക്, എന്നിട്ട് പിന്നെ പണി ചെയ്തിട്ട് ഇരിക്കുക. അപ്പോൾ റബിയുൽ അവ്വലിന് വീട് ഇരുന്ന് ആയിരിക്കുകയാണ്. അത്രയും ഇതിന് പ്രധാനം കൊടുക്കുക റബിയുൽ അവ്വലിന്. ഒരു മൂല്യാർ പ്രസംഗിച്ച ദുൽഹജ്ജ് മാസത്തിനേക്കാളും അഫ്ദലാണ് റബിയുൽ അവ്വലിന്. ജനങ്ങളൊക്കെ അത് കേട്ട് ആ വീട് ഇരിക്കൽ റബിയുൽ അവ്വലല്ല അഫ്ദല്. അപ്പോൾ ആദ്യം കയറിയിരിക്കുക, എന്നിട്ട് പിന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് പിന്നെ ഇരിക്കുക. ഏതായിരുന്നാലും ശരിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് സാധാരണ ഈ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതൊക്കെ ഇത്തരം ചർച്ചകൾ ഉണ്ടാകാം. അതേപോലെ നേരിട്ട് ഇങ്ങനെ അനുഭവങ്ങളുള്ള പലരും ഉണ്ടാവും. ഇവിടെ പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഇല്ല എന്നത് പ്രാമാണികമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു സംഗതിയാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയും പ്രാധാന്യവും ശ്രേഷ്ഠതയും പല കാരണങ്ങളാലും ലൈലത്തുൽ ഖദർ പിന്നെ റബീഉൽ അവ്വലിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിക്കാണ് എന്ന് വരെ എഴുതിയും പ്രസംഗിച്ചും നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകൾ. അപ്പോൾ അവർക്ക് തസൗഫിൻ്റെ പിന്നാലെ പോയി സൂഫിസത്തിൻ്റെ പിന്നാലെ പോയി കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ദീനാക്കി അവർ പറയും. ഇപ്പം 2-3 കാരണങ്ങൾ, അഥവാ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളല്ലേ, അവിടുന്ന് നുബുവത്ത് കിട്ടിയതല്ലേ, അപ്പോൾ ആ മാസത്തിനല്ലേ പിന്നെ പോരിശുണ്ടാകുക, ആ രാത്രിക്കല്ലേ പോരിശുണ്ടാകുക, ഇതൊക്കെയാണ് കാരണങ്ങൾ. എന്നാൽ ഇതൊക്കെ ആകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹദീസായി ഖുർആന്റെ വിശദീകരണമായി പഠിപ്പിക്കുന്നു ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അപ്പോൾ അതവർക്ക് ബാധകമല്ല, ഇതൊക്കെ അവരെ പ്രസിദ്ധീകരണങ്ങളുള്ളതാണ്. അപ്പോൾ അത്രത്തോളം പറഞ്ഞ ആളുകൾക്ക് ഈ കാര്യങ്ങൾ പറയുക എന്നത് ഒരു മടിയുള്ള വിഷയം അല്ല. പിന്നെ റബീഉൽ അവ്വലിൽ തന്നെ വീട്ടിൽ കയറി ഇരുന്നാലേ അതിൻ്റെ ബർക്കത്തും ശ്രേഷ്ഠതയും കിട്ടുള്ളൂ, അങ്ങനെ ഒരു ശറഅ് ഉണ്ടാക്കാൻ നമുക്ക് ഇസ്ലാം അനുമതി തന്നിട്ടും ഇല്ല. അതുകൊണ്ട് ഇത്തരം വാക്കുകളെ അതുപോലെ പ്രചരണങ്ങളെ അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. ഞാൻ താമരശ്ശേരി എന്നാണ് വന്നത്. പിന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടായിരുന്നു വന്നത് സംവാദത്തിന്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഒരു ആയത്തോ ഹദീസൊക്കെ ആയിട്ട് സമസ്തക്കാർ വരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ അൽമനാറുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നവർ. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ പിന്നെ ഞാൻ കേട്ടത് പിന്നെ സൂറത്ത് യൂനുസിലെ ഉൽ ബിഫദിലില്ലാഹി ബിറഹ്മതി ആ ആയത്ത് ഓതിയിട്ടായും പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അവർ ബുഖാരിയിലേക്ക് വന്ന് അതിനുശേഷം കൊടുവള്ളി സംഭവത്തിൽ അവർ വന്നത് ഒരു കിതാബ് എടുക്കാൻ ഉസ്താദ് ഒരു ഇതുവരെ വന്നിട്ടില്ല. കാരണം അന്ന് എടുത്തത് എനിക്ക് തോന്നുന്നത് പിന്നെ ഷാഫി ഇമാമിൻ്റെ പേരിൽ കളവ് പറഞ്ഞു പോയതാണ്. പിന്നെ ഉസ്താദ് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊക്കെ ഇപ്പോൾ ഫൈസൽ മൗലവിൻ്റെ ആവശ്യമല്ല, പേരോട് തന്നെ പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കാരണം ആ കിതാബിനെ കുറിച്ചൊക്കെ. എന്നിട്ടും അവരെന്താ ചിന്തിക്കാതെന്ന് ഞാൻ ചോദിക്കും, സത്യം വിഷമം കൊണ്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത കൊല്ലം വേറെ തെളിവായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു കഷ്ണമായിട്ട് അദ്ദേഹം വന്നത് ഏത് അൽമനാറിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അൽമനാർ കേൾക്കാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് താമരശ്ശേരി കൊണ്ട് വരേണ്ട അവസ്ഥയാണ്. പോട്ടെ. പിന്നെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നബാത്തിയ ഖുത്തുബയിൽ പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നബിദിനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്കെൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ മുളഫർ രാജാവ് എങ്ങനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു അതിനെക്കുറിച്ച് അറിയാനൊരു താല്പര്യമുണ്ട്. കാരണം ഒരു ഇസ്ലാമികരമായൊരു ഭരണാധികാരി ആയിരുന്നോ അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ മതത്തെ ഉപയോഗിച്ചിട്ട് കൊണ്ട് ഭരണം നടത്തുന്ന ആൾക്കാർ ശരിക്കും അവർ വിശ്വാസികളായിക്കൊള്ളുന്നില്ല. അവർ അങ്ങനത്തെ ഒരു ഭരണം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാലഘട്ടത്തിൽ നമ്മൾ തന്നെ കാണുന്നതാണ്. അതൊന്ന് വിശദീകരിക്കാമോ? പ്രധാനമായും 2 ചോദ്യങ്ങളാണല്ലോ. ഒന്ന് അത്രേ ഉള്ളൂ. അതായത് ഒന്ന് നബാത്തി ഖുത്ബയിൽ വന്നിട്ടുള്ള നബിദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, രണ്ടാമത്തേത് മുളഫറിനെ കുറിച്ച്. മറ്റേതെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് ഹിദായത്ത് കിട്ടണം, അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതാണ് ഹിദായത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറയുകയുണ്ടായി. അതായത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആളുകളെ പോലും നിനക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്നത് വരെ പ്രബോധനവുമായി മുന്നോട്ട് പോകുക. ആത്മാർത്ഥമായി അത്തരം ആളുകൾക്ക് ഹക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് ഇവിടെ പിറകിൽ നിന്ന് സൂചിപ്പിക്കും. തീർച്ചയായും അദ്ദേഹം ഉന്നയിച്ചത് ന്യായമായ ഒരു കാര്യം തന്നെ. ഇത്രയൊക്കെ വ്യക്തമായിട്ടും എന്തുകൊണ്ട് ചില ആളുകൾക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല? ഷബീബ് സുലൈ സൂചിപ്പിച്ച പോലെ പടച്ച റബ്ബിൻ്റെ തൗഫീഖ് മാത്രമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായി ഉള്ളത്. അതില്ലാതാകുമ്പോൾ സ്വാഭാവികമായും ന്യായങ്ങളിലേക്ക് പോയി മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോയി, കൊടുവള്ളി മുഖാമുഖത്തിലാണ് കനന്തൂർ മർക്കസിൽ എന്നൊരു മുസ്ലിയാർ വന്നിട്ട് ഖാദിൽ ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞ് ഇമാം ഷാഫി പറയുന്നു എന്ന് പറഞ്ഞിട്ട് മൗലിദ് ആഘോഷിച്ച എത്ര വലിയ കൂലിയുണ്ട് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇമാം യാഫിഈ എന്ന ഒരു സൂഫി പണ്ഡിതനെ ഇമാം ഷാഫിഈ എന്നാക്കി മാറ്റിയിട്ടാണ് മൂപ്പര് ചോദിച്ചത്. മൂപ്പര് പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതിലും വലിയ ഉസ്താദ് എഴുതി കൊടുത്തതാണ്, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. അന്ന് നമ്മൾ പറഞ്ഞു, ആ ഉസ്താദോട് പറഞ്ഞു 6 മാസം സമയം തരാം, ഇമാം ഷാഫി എവിടെയെങ്കിലും പറഞ്ഞങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അന്ന് പോയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. കോവിഡിന് മുമ്പാണ് അതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുണ്ടാവില്ല, അത് കിട്ടുന്നില്ല. പിന്നെ നിയമത്തിൽ കുബറ കിതാബിലുണ്ട് തന്നു, അതാണ് ഇപ്പോൾ അവസാനം പേരോട് മുസ്ലിം പറഞ്ഞ കിതാബിൻ്റെ വ്യാജാണ് എന്ന് അത് തുർക്കിയിൽ നിന്ന് അച്ചടിച്ചിട്ട് ഇറക്കണമെന്ന് ഇപ്പോൾ പേരോട് മുസ്ലിം അടക്കം പറഞ്ഞത്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. എന്നാലും ഈ പറഞ്ഞ ഖുറാഫാത്തിൻ്റെ പിന്നാലെ പോകുക. ഇതുകൊണ്ട് ദുന്യാവിൽ ചില ലാഭങ്ങൾ ഉണ്ടാവാം, ആ ലാഭങ്ങൾക്ക് വേണ്ടി അത്തരം രീതികൾ ശരിയല്ല എന്നാണ് എല്ലാ മുത്തഅല്ലിമീങ്ങളോടും ആലിമീങ്ങളോടും എല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചത് നബാത്തി ഖുത്ബയുമായി ബന്ധപ്പെട്ടാണ്. ഇതാണ് നബാത്തി ഖുത്ബയുടെ ഏട്. നമ്മുടെ നാട്ടിലെ പള്ളിക്കിലൊക്കെ ഓതുന്ന ഏട്. EK പള്ളിക്കാണ് ഇപ്പോൾ ഈ കൊല്ലത്തിൽ ഓതലുള്ളത്. AP പള്ളിക്ക് ചെറിയ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഇതിന്ന് കൈ വെച്ചിട്ട് ഇത് മൂപ്പൊന്ന് ഷോർട്ടാക്കി, ഖുത്ബത്തുൻ നബാത്തിയ എന്ന ഈ ഖുത്ബ മൂപ്പർ ഷോർട്ടാക്കി. പക്ഷേ ഷോർട്ടാക്കിയപ്പോൾ കുറച്ച് പേജ് കൂടിയെന്നുള്ളൂ. അങ്ങനെ മൂപ്പർ ഷോർട്ടാക്കിയപ്പോൾ ശേഷം പേജ് കൂടി. മൂപ്പർ അങ്ങനെ പറഞ്ഞത് ഷോർട്ടാക്കിയിട്ടുണ്ട്, കുറച്ച് എൻ്റെ വക കുട്ടിയുണ്ട്, അത് അങ്ങനെയാണ് മൂപ്പർ ഷോർട്ടാക്കിയത്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നബിദിനമില്ല, അപ്പോൾ മോശമാണല്ലോ. അതുകൊണ്ട് മൂപ്പരായില്ല, അത് മാറ്റി. അപ്പോൾ AP പള്ളിയിലേക്ക് അപ്പോൾ അതാണ് ഓതൽ. ഖുത്ബത്തുൻ നെല്ലിക്കുത്തിയാണ്, ഇവിടെ ഖുത്ബത്തുൻ നബാത്തിയാണ് സാധാരണ ഓതൽ. ഹിജ്റ 374 മരിച്ച ഈജിപ്തുകാരനായ ഒരു നല്ല പ്രഭാഷകനായിരുന്നു ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്നറിയപ്പെടുന്ന ആൾ. ഹിജ്റ 374. അത് ഈജിപ്തുകാരനാണ്. അദ്ദേഹം വലിയ സ്വാധീനമുള്ള പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുത്ബകളെ ക്രോഡീകരിച്ച് അത് പിന്നീട് ലഭ്യമായി. അതാണ് ഒരു ഏടാക്കി കൊണ്ടെടുക്കുന്നത്. അല്ലെ നബിയുടെ ഖുത്ബയോ സഹാബയുടെ ഖുത്ബയോ താബിയുടെ ഖുത്ബയോ നമ്മുടെ നാട്ടിൽ ഓതുന്നില്ല. നബിയുടെ ഖുത്ബയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബി എടുക്കും, ഖുത്ബ ഈജിപ്തിൽ നിന്ന് എടുക്കും. അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം. ഏതായാലും ഇതിൽ റബീഉൽ അവ്വൽ മാസത്തിൽ കൊടുത്ത 5 ഖുത്ബകൾ കാണാൻ പറ്റും. അതിൽ 2 ഖുത്ബ നബിതങ്ങളുടെ വഫാത്താണ്. 3 ഖുത്ബ നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയുമാണ്. ഇതാണ് റബീഉൽ അവ്വൽ 5 ഖുത്ബ. ഒരു ഖുത്ബയിൽ പോലും നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു അരവരി പോലും ഇല്ല എന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഖുത്ബ ഖുത്ബത്തുൽ ഊലാ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഖുത്ബ, ഒന്നാമത്തെ വെള്ളിയാഴ്ചയുടെ ഖുത്ബ നബിയുടെ വഫാത്താണ് വിഷയം. നെല്ലിക്കുത്തിന് ഖുത്ബയിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഫീ മദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മദ്ഹ് എന്നാണ്. കണ്ടന്റ് മാറ്റണ്ടോ? ഒന്നുമില്ല, കണ്ടന്റ് തമ്മിൽ മാറ്റില്ല. ഹെഡിങ് മാറ്റി ചെറിയ ആഡിങ് അദ്ദേഹത്തിൻ്റെ വക ചേർക്കുകയും ചെയ്തു. അതാണ് നെല്ലിക്കുത്ത് മുസ്ലിയാർ കാട്ടിയത്. ഇതിൽ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ പറയാം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ പറയും ഇന്നഹു ലൈസ അഹദുൻ അക്മലല്ലാഹി മിൻ നബിയിഹി വലാ അസ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിഹി വസഫിയിഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിദാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി. ജനങ്ങളെ മനസ്സിലാക്കണേ, പടച്ച റബ്ബിന് നബിയേക്കാളും മഹത്വമുള്ള, റബ്ബ് സ്ഥാനം കൽപ്പിക്കുന്ന മറ്റാരുമില്ലല്ലോ. ആ നബി പോലും ആയുസ് അവസാനിച്ചപ്പോൾ പിന്നെ നീട്ടപ്പെട്ടിട്ടില്ല. മരണസമയമായപ്പോൾ ആ നബിക്ക് പിന്നെ ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ല. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുൽ റബ്ബിഹിൽ കിറാം. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബിക്ക് മരണത്തിൻ്റെ മലക്കുകൾ വന്നത്. അൽ മുവക്കദിന ബിഖബ്ലി നുഫൂസിൽ അനാം ഫജദ്ദു ബിറൂഹി സക്കിയത ലിനഖിലുഹാ വആലജുഹാ ലിയുറഹിലുഹാ ഇലാ റഹ്മത്തിൻ വജിദ്വാൻ. ഇത്തരം മാസത്തിലാണ് ആ മലക്കുകൾ വന്ന നബി റൂഹിനെ ഏറ്റുവാങ്ങി സ്വർഗീയമായ ആ ഒരു ആരാമത്തിലേക്ക് കൊണ്ടുപോയത്. ഫസ്തദ്ദ ലിദാലിക കർബുഹു വഅനീനുഹു വതറാദഫ ഖലഖുഹു വഹനീനുഹു واختلف بالانبساط والانقباض شماله ويمينه وعرق لهول مسره جبينه فبكى لمنظره من أبصر وانتهب لمسره من حضر
ഫലം യദ്ഫഇൽ ജസഉ അൻഹു മഖ്ദൂറ വലാ റാഖബൽ മലകു ഫിഹ ഇലം വലാ അശീറ ബൽ ഇൻതസല മാ കാന ബിഹി മഅ്മൂറ. ആ നബിതങ്ങൾ ആ മരണവെപ്രാളത്തിൽ നബിതങ്ങളുടേതായ പ്രയാസങ്ങൾ, നബിതങ്ങളുടെ ആ സമയത്തെ നബിതങ്ങളുടെ ചലനങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് പറയാണ് കണ്ടവരെല്ലാം കരഞ്ഞുപോയി, എല്ലാവർക്കും പ്രയാസമായി പോയി. പക്ഷേ മലക്കതൊന്നും കണക്കാക്കിയില്ല. പടച്ച റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് അതേപടി മലക്ക് നടപ്പാക്കി. ആ നബിയാണ് ആദ്യമായി ഖബറിന് പുറത്തേക്ക് ഇറങ്ങുക. ആ നബിയാണ് ശഫാഅത്തിന് അർഹതയുള്ളാവുക. ആ നബിയാണ് ആകാശവും ഏറ്റവും കരീമായ മാന്യനായവൻ എന്നൊക്കെ നബിയുടെ ചില സവിശേഷങ്ങൾ ശേഷം പറയുന്നു. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഇതാണ് നബിയുടെ അവസ്ഥയെങ്കിൽ ഫകൈഫ ബിമൻ ലാ യഅലമു മത്തർ റഹീൽ, ഇനി എപ്പോഴാ മരിക്കാന്നറിയാത്ത നമ്മളൊക്കെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിക്കുക. പിന്നെ വലാ യതഹഖഖു ഐനൽ മഖീൽ വലാ യദ്രി അലാ മാ യഖദം വലാ ബിമാ അലൈഹി ഫിൽ ഖിയാമത്തി യുഹ്കം ഫയാ ഖലഫ മൻ ഖദ് ദസർ വയാ ബഖിയത മൻ ഖദ് ഗയ്യർ വയാ ഉസ്റാ അൽ അഹ്വാ വയാ ഖുർനാ അൽ ഖനാ വയാ അദീദ് അൽ ആജാൽ വയാ അബീദ് അൽ അമാൽ അമാ തത്തഇദൂന ബിമസ്റഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും കേവലം പ്രതീക്ഷയുമായി സ്വപ്നങ്ങളുമായി നടക്കുന്ന മനുഷ്യ, എപ്പോഴാണ് മരിക്കുക എന്നറിയാത്ത, മരിച്ചാൽ എന്താണ് അവസ്ഥ എന്നറിയാത്ത മനുഷ്യ, പ്രതീക്ഷകളെ പിന്നാലെ മാത്രം പോവുകയാണോ? നബിതങ്ങളുടെ വഫാത്തിൽ നീ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? റബീഉൽ മാസം 1-ാമത്തെ വെള്ളിയാഴ്ച നമ്മളെ മഹല്ല് പള്ളിക്ക് മിമ്പറമെന്ന് ഖത്തീബ് ചോദിക്കുന്ന ചോദ്യമാണത്. അദ്ദേഹം പിന്നെയും ചോദിക്കും, ആ നബിയുടെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? അമാ തത്തഇദൂന ബിമസ്റഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഹബീബി റബ്ബിൽ ആലമീൻ അതദുന്നൂന അന്നകും ഫിദ് ദുനിയാ മുഖല്ലദൂൻ അം തഹ്സബൂന അന്നകും മിനൽ മൗതി മുഹസ്സനൂൻ സാഅ മാ തതവഹമൂൻ ഹൈഹാത ഹൈഹാത ഇന്നകും ഇലൽ മഗ്റൂറൂൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നബി തങ്ങൾ വഫാത്തായിട്ട് നിങ്ങളൊക്കെ വഫാത്താവുകയില്ല എന്നാണോ വിചാരം? നിങ്ങൾ കാലാകാലം ഇവിടെ താമസിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളണേ. നിങ്ങൾക്ക് ചോദ്യമുണ്ട്, പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലാനുണ്ട്, അവിടെ ചോദ്യമുണ്ട്, മരണമുണ്ട്. അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി ഒരുങ്ങണേ എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ വഫാത്ത് പറഞ്ഞ് ഉത്ബോധിപ്പിക്കുകയാണ് 1-ാമത്തെ വെള്ളിയാഴ്ച. 2-ാമത്തെ വെള്ളിയാഴ്ചയോ അൽ ഖുത്ബത്തു സാനിയ മിൻ റബീഉൽ അവ്വൽ, റബീഉൽ 2-ാമത്തെ വെള്ളിയാഴ്ച എന്താ? ഇദ്കുറു ഫിഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നും നബിയുടെ വഫാത്ത് തന്നെയാണ്. 2-ാമത്തെ വെള്ളിയാഴ്ച നബിയുടെ വഫാത്ത് തന്നെയാണ്. ഇതേ ആശയം തന്നെ അന്നു സ്വലാത്തും ചൊല്ലിയിട്ട് ഇതേ ആശയം അവിടെയും പറയാണ്. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് അമ്മൽ ഫനാ ഫമാ ഇലാ ബഖാഇൻ മിൻ സബീൽ വതമ്മൽ ഖലാ ഫമാ ലിമുബ്റബിഹി തദ്ബീൽ വതമ്മ ബഹറുൽ മൗത്ത് ഫഹറ ഫീഹി ദലീൽ വഅമ്മ ഇഖ്തിതാഫ് الناس ഫഹുവ ബിഹലാകിഹാ കഫീൽ. ഇതാ വ്യാപകമായ പ്രശ്നങ്ങളാണ്, വ്യാപകമായ നാശനഷ്ടങ്ങളാണ്. മരണം ഇതാ സമീപത്തെത്തിയിരിക്കുന്നു. വലൗ റദഅൽ മൗത ശറഫുൻ അസീൽ ഔ ദഫഅൽ ഖദ്റ ഖദ്റുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ ലകാന അവ്വൽ നാജിൻ ലികമാലി ഫദ്ലിഹി റസൂൽ. വല്ല സ്ഥാനം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ കുടുംബം കൊണ്ടോ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നബി തങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. വലഖദ് തഖല്ലാ ഫീ മിസ്ലി ശഹരിക്കും ഹാദാ അജലു, ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബി തങ്ങളുടെ അവധി അവസാനിച്ചത്. വഹാഅത ബിഹി മിനൽ മൗത്തിൽ മഖ്ദൂരി ഉഖലൗ വദലത്തിൽ ഖബ്ദി നഫ്സിഹി നഫീസ് അംലാകു വഅസ്സദ ലിബരിയത്തി മിൻ വസാഖിൽ മനിയത്തി ഫകാകു ഹത്താ ഇദാ ഖസ്സ ബിഹിൽ ഉൽഖൂം വജാശ ബിഹസ്സത്തിൽ ഖൈസൂം وامتدت اليمين وانقبضت الشمال وتقلقلت الاعضاء والاوصال ورشح الجبين لكذب السياق. നബി തങ്ങളെ വലത്തും ഇടത്തും തമ്മിൽ കൂട്ടിപ്പിടിച്ച സമയമാണ്, വിയർത്തൊഴുകിയ സമയമാണ്, നാടി നരമ്പുകൾ പിടിച്ചു വലിഞ്ഞു മുറുകിയ സമയമാണ് ആ നബി തങ്ങൾ വഫാത്തായത്. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ വഫാത്താണ് അവിടെയും പറയുന്നത്. 3-ാമത്തെ ഖുത്ബ പിന്നെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? ഇത് തസറുഫുസ്സമാനി വൽ മആദ്, മടക്കമുണ്ട്, കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ, കാലത്തിൻ്റെ ക്രയവിക്രയങ്ങൾ. അതാണ് 3-ാമത്തെ ആഴ്ച. 4-ാമത്തെ ആഴ്ചയും അതേ വിഷയം തന്നെയാണ്, തസറുഫുസ്സമാൻ വൽ മആദ്. 5-ാമത്തെ ആഴ്ച ഇത് ഫിഹാൽ മൗത്ത് വൽ മആദ്, മരണമുണ്ട് എന്നതാണ്. റബീഉൽ അവ്വൽ 5 വെള്ളിയാഴ്ചയിലും നബിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഹിജ്റ 374 മരിച്ച ഇബ്നു വാസിൽ മിസ്രി നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് ഉസ്താദിന് പിന്നെ അതിനൊന്ന് മുഖ്തസറാക്കിയ ശേഷം കൂട്ടേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം അതിന് മദഹുൻ നബി എന്ന 1-ാമത്തെ വെള്ളിയാഴ്ച ചേർത്തി കൊടുത്തു, അല്ലെങ്കിൽ സുരക്ഷമായിട്ട് പൊടിഞ്ഞു പോകുമോ എന്ന ബേജാറ് കൊണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇതെങ്കിലും മര്യാദക്ക് അർത്ഥം വെച്ചവർ റബീഉൽ അവ്വൽ ഉസ്താദിനോട് പറയാം, ഉസ്താദ് ഈ റബീഉൽ അവ്വൽ 4 വെള്ളിയാഴ്ച 5 വെള്ളിയാഴ്ച ഉണ്ടാവുമല്ലോ, ആ 5 വെള്ളിയാഴ്ച 4 വെള്ളിയാഴ്ച നിങ്ങൾ ആ ഖുത്ബയ്ക്ക് ശേഷം ഇന്നത്തെ ഖുത്ബ മലയാളത്തിൽ പ്രയോഗിച്ചാൽ മതി. ഇന്നത്തെ ഖുത്ബ പരിഭാഷ ജുമയ്ക്കാശ് 10 മിനിറ്റ് നിങ്ങൾ പറയോ, ഒരു 500 രൂപ ഏറെ തരുന്നാലും വേണ്ടില്ല, നിങ്ങളൊന്ന് മലയാളത്തിൽ പറയുമെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ നബിദിനം ആഘോഷിക്കാൻ ഒരാളും കിട്ടൂല. ഇത് മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
മറ്റൊന്ന് ചോദിച്ചാൽ മുദഫറുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ സമയം അവസാനിച്ചിട്ടുണ്ട്. നിയമപാലകർ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം 10 മണിയാണ്. നമ്മൾ സമയത്ത് നിർത്തലാണ് പതിവ്. ഏതായിരുന്നാലും മുദഫർ രാജാവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രൂപത്തിൽ മുദഫറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹം ധാരാളം സ്വതക്ക ചെയ്തു, ഒരുപാട് ഖൈറുകൾ ചെയ്തു എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ, മറുഭാഗത്ത് ആളുകളിൽ നിന്ന് ഭയങ്കരമായ നികുതികൾ ഈടാക്കുക, വലിയ വലിയ സാമ്പത്തിക സമാഹരണം നടത്തുക, അങ്ങനെ ജനങ്ങൾ ഒന്നാകെ മൂപ്പർക്ക് എതിരായി തിരിയുന്ന സാഹചര്യം വരെ ഉണ്ടായ ആളുമാണ് എന്ന് കാണാൻ കഴിയും. അതിനൊരു മറികടക്കാൻ, അതിനെ ഒന്ന് മറച്ചു പിടിക്കാൻ കൂടി ചെയ്ത പണിയാണ് നബിദിനാഘോഷം ഏർപ്പെടുന്ന കൊണ്ടുവന്നതാണ്. ഇബ്നു ഖല്ലിക്കാനിൻ്റെ വഫയാത്തുൽ അഴിയാനപ്പോൾ കിതാബുകളിൽ ഈ വക വിഷയങ്ങൾ പറഞ്ഞ് കാണാൻ കഴിയും. അയാൾ സൂഫിയായിരുന്നു, സൂഫികൾക്ക് ധാരാളമായി ഒത്താശ ചെയ്ത ആളായിരുന്നു. സൂഫികൾക്ക് ഇഷ്ടംപോലെ പർണശാലകൾ കെട്ടി അവിടെയെല്ലാം സൗകര്യങ്ങൾ ചെയ്ത് എല്ലാ സൂഫികളും മൂപ്പർ നാട്ടിലേക്ക് വന്ന് കൂടി അവർക്ക് വേണ്ട ഹൈമകൾ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, യാത്രാ ചെലവുകൾ എല്ലാം കൊടുത്ത ആളാണ് മുദഫർ. എന്നിട്ട് മുദഫർ ഇങ്ങനെ ഒരു ഭാഗത്ത് ആളുകളിൽ നിന്ന് അന്യായമായി നികുതി ഈടാക്കുകയും മറുഭാഗത്ത് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് മുഖം മിനിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കണ്ടപ്പോൾ ചില ആളുകൾ അന്ന് മുദഫറിനെ പറ്റി പറഞ്ഞു, ഇയാളുടെ കാര്യം വല്ലാത്ത വൈരുദ്ധ്യമാണ്. ഇയാളെപ്പറ്റി പറയാനുള്ളത് വ്യഭിചരിക്കാൻ പോയി പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് സ്വതക്ക ചെയ്യുന്ന ആളെ പോലെയാണ്. അപ്പൊ വൈലേക്ക് അവരോട് പറയാനുള്ളത്, മോളെ നിന്റെ നാശം, നീ വ്യഭിചരിക്കാനും പോണ്ട, നീ സ്വതക്ക ചെയ്യും വേണ്ട എന്നാണ് അവരോട് പറയാനുള്ളത്. ഇതാണ് ഇയാളുടെയും കഥ എന്ന് വരെ പറഞ്ഞവർ അന്നുണ്ട്. അന്യായമായി പണമുണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാരെ പൊട്ടിസാക്കാൻ വേണ്ടി കുറച്ച് പൈസ ഇങ്ങനെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുക, ഇതാണ് മൂപ്പർ ചെയ്ത പണി എന്നുവരെ ചരിത്രമായി രേഖപ്പെടുത്തിയ ആളുകളുണ്ട്. ഏതാണെങ്കിലും മുദഫർ ആരാണെങ്കിലും, എത്ര വലിയ ആലിമാണെങ്കിലും, ഇനി എത്ര വലിയ മാതൃകായോഗ്യനാണെങ്കിലും ശരി, മതത്തിൽ ഇല്ലാത്ത ഒന്നുണ്ടാക്കി കൊണ്ടുവന്നാൽ നമുക്ക് സ്വീകരിക്കേണ്ട ബാധ്യത ഇല്ല. അല്ലാഹു അഅലം.